ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോൾ വലിയ സന്തോഷവും അതുപോലെ തന്നെ മനസ്സിന് കുളിർമയും അനുഭവപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കലാം പഠിക്കുന്നതിന് വേണ്ടി ജീവിതത്തിൻ്റെ നല്ലൊരു സമയം വെച്ചിരിക്കുന്ന മുത്തഅല്ലിമുകളും മുത്തഅല്ലിമത്തുകളുമായ ആളുകൾ അള്ളാഹു നമ്മളൊക്കെ കബൂലാക്കട്ടെ. ഇതൊക്കെ വളരെ കുറച്ച് സമയമുള്ളൂ. നമുക്ക് ഏകദേശം 8 മണിക്ക് നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങല്ലേ അല്ലേ? എന്തായാലും രാവിലെ സാധാരണ ട്രെയിനിങ്ങൊക്കെ ഏകദേശം ഒരു 9 മണി 9:30 അല്ലെങ്കിൽ 10 മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ സമയത്തൊക്കെയാണ് നടക്കുക. ഇതിപ്പോൾ ഉറങ്ങി എണീച്ചത് പല്ലും തേച്ച് നേരെ ട്രെയിനിങ്ങിന് വന്നാലേ ഉള്ളത്. അപ്പോൾ നമ്മളെ ഉറക്കമൊക്കെ ഒന്ന് മാറണം, അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവില്ല. ഞാനും ഉറങ്ങും നിങ്ങളും ഉറങ്ങും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഉഷാറാക്കിയിട്ട് നമ്മളെ പരിപാടി തുടങ്ങാം. റെഡിയല്ലേ? ഒന്നെല്ലാവരും എഴുന്നേറ്റുന്ന്. അപ്പം നമുക്ക് ഒരു നഷീദ കേട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? റെഡിയല്ലേ? ഒരു ഉഷാറില്ലാത്ത തയ്യാറല്ലേ? ഇൻഷാല്ലാ. ഓക്കെ. അപ്പം ഇത് നല്ലൊരു ബൈത്താണ്. അതിലെല്ലാവരും നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ അതിൽ ഇലാഹി എന്ന് പറയുന്നൊരു സ്ഥലത്തും ആതിഫ് അസ്ലമിൻ്റെ ഒരു സോങ്ങാണ്. ഇലാഹി എന്ന് പറയുന്നൊരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ ഒച്ചത്തിൽ പറയാൻ പറ്റുന്ന ആളുകളൊക്കെ ഇലാഹി എന്ന് എന്ത് ചെയ്യണം? കൈയുയർത്തിയിട്ട് പറയണം. റെഡിയല്ലേ? ഇൻഷാല്ലാ. സോ ലെറ്റ്സ് ബിഗിൻ. വോയിസ് ഇട്ടിട്ട് വോയിസ് സൗണ്ട് ഇത്രയേ ഉള്ളൂ. സൗണ്ട് കൂട്ടിക്കാം, വോയിസ് കൂട്ടിക്കാം. നിന്റെ പേര്? പറ്റും കേട്ടോ. ഇലാഹി എത്തും ഇപ്പോൾ പറയൂലേ? ഇലാഹി ഓക്കെ. ഈ പാട്ടറിയാം? ആരെങ്കിലും അറിയോ? ഇതുവരെ കേട്ടില്ല. मदहोश हूँ तेरे इश्क में शराबूर हूँ. ഒന്ന് വെച്ചിട്ട് പറയട്ടെ.
ഇലാഹി 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 മൗലാ ഇലാഹി 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 മൗലാ. മിനിമൈസ് ചെയ്തോ. അത് മിനിമൈസ് ചെയ്തോ, ഇതിൽ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞു വരുന്നു ഇൻഷാ അല്ലാഹ്. ഉറക്കം പോയാലോ ഉറക്കം കൂടിയോ? ഉറക്കം പോയി കിട്ടി, സമാധാനമായി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിക്കാൻ വേണ്ടി ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് നമ്മളൊക്കെ. ഇവിടെ എന്ത് കാര്യം ചെയ്യാനും നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ബിരിയാണി നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് അല്ലേ, മന്തി നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ്. അത് എങ്ങനെ ഉണ്ടാക്കണം, ഹൗ ടു പ്രിപ്പയർ, അല്ലെങ്കിൽ ഒരു ചിത്രം അതെങ്ങനെ വരക്കണം എന്ന് നമ്മൾ പഠിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മളിപ്പോൾ കുറേ ഇവിടെ വർഷങ്ങളായിട്ട് ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ടോപ്പ് ഹിഫ്ള് ജുസുള്ള കുട്ടി ആരാ? എത്ര ജുസുള്ള? 10 ജുസുള്ള കുട്ടികളുണ്ടോ? എത്ര ഉള്ള? ഒരാഫിന് മാഷാ അല്ലാഹ്. ആരാണ് അയാൻ? കോനെ അയാൻ? ദൈവത്തിക്കുമല്ല കൈ. ആരാണ് അയാൻ? കുറേ ആഫിനുകൾ കുറേ ഉണ്ട് മാഷാ അല്ലാഹ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പിന്നെ എങ്ങനെയാണ് ഹിഫ്ള് പഠിക്കേണ്ടത്? ഹിഫ്ള് പഠിക്കുന്നതിന് അങ്ങനെ ഒരു പ്രത്യേക രീതി ഉണ്ടോ? എന്തെങ്കിലും അഭിപ്രായം? ഹാഫിളുകളെ ആളുകൾക്ക് ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും തർത്തീബ് നിയമം, അതിന് കൃത്യമായ റൂൾസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ചുമ്മാ അങ്ങനെ പഠിച്ചു പോകാനാണോ, അല്ല അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചില തത്വങ്ങളും ചില രീതികളൊക്കെ നമ്മൾ അവലംബിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഏത് കാര്യവും നമ്മൾ സിസ്റ്റമാറ്റിക്കലി ചെയ്ത് കഴിഞ്ഞാലാണ് അതിൽ നിന്നും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഒരാൾക്ക് വീടുണ്ടാക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം, ഓക്കെ. അപ്പോൾ ആളെന്ത് ചെയ്തു? കുറച്ച് കല്ലിന് ഓർഡർ ചെയ്തു, പൂഴിക്ക് ഓർഡർ ചെയ്തു, മണലിന് ഓർഡർ ചെയ്തു, സിമെൻറ്റിന് ഓർഡർ ചെയ്തു, അതെല്ലാം കൂടി കൂട്ടിയിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇട്ടു. എത്ര ദിവസം കൊണ്ട് ആ വീട് പൊന്തു? ഒരു വർഷം കൊണ്ട് വീട് വന്നോ? ഇല്ല. ആ കല്ലും മണലും സിമെൻറ്റും കമ്പിയൊക്കെ മാത്രം മതിയോ? അത് ഉണ്ടാക്കാൻ ചില സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ട്, റൂൾസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ വീട് പൊന്തുക. എന്നതുപോലെ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും, എസ്പെഷ്യലി നമ്മൾ അള്ളാഹുവിൻ്റെ കലാം പഠിക്കുമ്പോൾ അതിന് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എത്ര ടൈം എടുത്ത് പഠിക്കുന്നോ അതിൻ്റെ 1/3 ടൈം കൊണ്ട്, 3 സമയം കൊണ്ട് നമുക്ക് ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തുടങ്ങുന്നത്. ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് യുവർ മെമ്മറൈസേഷൻ. നിങ്ങളുടെ ഹിഫ്ള് ഉഷാറാകാൻ, നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്സാണ്. നിങ്ങളെല്ലാവരും പേരൊക്കെ ചോദിച്ച് ആരാണെന്നൊക്കെ പരിചയപ്പെടണമെന്നുണ്ട്. പക്ഷെ നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാനൊരാൾ ചോദിച്ചിട്ട് നിങ്ങൾ പരിചയപ്പെട്ടാൽ മതി, ഓക്കെ. എന്താ മോൻ്റെ പേര്? റോഷൻ. എവിടെ സ്ഥലം മോൻ്റെ? കാസർഗോഡ്. മാഷാ അല്ലാഹ്. അവിടെ മോളെ പേരെന്താ? മറിയം ബുഷറ. എത്ര ദിവസമായി മോള്? 2ാമത്തെ ദിവസം. മാഷാ അല്ലാഹ്. മോൻ എത്ര ദിവസമായി? 2ാമത്തെ. വെരി ഗുഡ്. അപ്പോൾ ഖുർആൻ പഠിക്കുന്നതിൻ്റെ മഹത്വം അത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. എന്നാൽ നമുക്കൊരു ആമുഖം ബറക്കത്ത് എന്നുള്ളവർക്ക് പറഞ്ഞു വെക്കാം. എന്താ ഖുർആൻ പഠിച്ചാലുള്ള നേട്ടം? ഹിഫ്ള് പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? എന്തിനാ നിങ്ങൾ ഹിഫ്ള് പഠിക്കുന്നത്? എന്തിനാ മോൻ ഹിഫ്ളിന് ചേർന്നത്? പറഞ്ഞോ. മോൻ്റെ പേരെന്താ? ജാസിം. എന്തിനാ ഹിഫ്ളിന് ജോയിൻ ചെയ്തത്? കുടുങ്ങിയോ? പറഞ്ഞോ മോനെ. ആരാ പറയാം? മോള് പറയാം. എന്തിനാ മോള് ഹിഫ്ളിന് ചേർന്നത്? ഉമ്മാനിപ്പാനെ സ്വർഗത്തിൽ കയറ്റാനേ. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ഒറ്റക്ക് സ്വർഗത്തിൽ പോയാൽ പോരെ? ഞാനെന്തിനാ ഉമ്മാനിപ്പാനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? മാഷാ അല്ലാഹ്, നല്ലൊരു നിയ്യത്താണ് അല്ലേ? ഉമ്മാനും ഉപ്പാനും എന്ത് ചെയ്യണം? സ്വർഗത്തിൽ കൊണ്ടുപോകണം. വേറെ എന്തെങ്കിലും കാരണമുണ്ട് ഹിഫ്ള് പഠിക്കുന്നതിന്? ആരെങ്കിലും ഉണ്ടോ? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ കൈവന്തിക്കാം. എന്താണ്?
ഹാഫിളാകണം. എന്തിനാണ് ഹാഫിളാകേണ്ടത്? എന്തിനാണ് നിങ്ങൾ ഹാഫിളാകാൻ തീരുമാനിച്ചത്? ബുദ്ധിയിട്ട്. ഇപ്പൊ ബുദ്ധി ഇല്ലേ? എന്താ മോൻ്റെ പേര്? എന്താണ്? ലിബാൻ. മാഷാ അല്ലാഹ്, നല്ല മോനാ, സ്മാർട്ടാ. ഒരു കാര്യം മനസ്സിലായി, ബുദ്ധി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ചുമ്മാ അത് ഒന്നും പഠിച്ചാൽ പോരാ, എന്ത് പഠിക്കണം? തീർച്ചയാണ്. ഒരാളെ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ അയാളെ ബ്രെയിനിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. റിസർച്ചേഴ്സൊക്കെ അമേരിക്കയിലൊക്കെ എൻ്റെ റിസർച്ച് പേപ്പറൊക്കെ ഏകദേശം പബ്ലിഷ് ആയിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഹിഫ്ള് പഠിച്ച ആളുകളുടെ കൊഗ്നീഷനും അവരുടെ മെമ്മറി പവറും അവരുടെ റീസണിങ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ മറ്റുള്ള ആളുകളെക്കാൾ വളരെ കൂടുതലാണ് എന്ന് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ലിബാൻ പറഞ്ഞത് വളരെ കറക്റ്റ് പോയിന്റാണ്. അപ്പോൾ നമ്മൾ കൃത്യമായ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയേണ്ടായി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലം, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. നബി തങ്ങളാണ് അതിന് ആ ഒരു അഡ്രസ്സ് തരുന്നത് നിങ്ങൾക്ക്. ഏറ്റവും നല്ലവൻ ആരാണ്? മൻ തഅല്ലമൽ ഖുർആൻ, എന്ത് പഠിച്ചവനാണ്? വഅല്ലമഹു, എന്നിട്ട് അതിനെ പഠിപ്പിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നു, ലോകത്ത് ഇതിനേക്കാൾ നല്ലൊരു കാര്യമുണ്ടായിരുന്നുവെങ്കിൽ, ഇതിനേക്കാൾ നല്ലൊരു പഠനം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ച അത് ആർക്ക് കിട്ടുമായിരുന്നു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, നമ്മൾ അയാൾക്ക് എന്താ കൊടുക്കുക? ഏറ്റവും ലോക്കൽ സാധനമാണ് കൊടുക്കുക, അല്ല ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കൊടുക്കുക? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമയാരാ? സംശയമുണ്ടോ? ഒരു സംശയമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സമ്മാനമായി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കുമല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കാര്യമാണ് അൽ ഖുർആൻ. ആ ഖുർആനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നമ്മൾ ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അള്ളാഹുവിൻ്റെ കലാം പഠിക്കുന്നവനാണ്. വഅല്ലമഹു, നിർത്തുന്നില്ല അവിടെ, ആ പഠനത്തിന് ശേഷം പഠിപ്പിക്കുന്നതിലേക്ക്, അധ്യാപനത്തിലേക്ക് തിരിയുന്നവനാണ് എന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനിങ് ഉണ്ടാവണം. ഇത് ചുമ്മാ അങ്ങനെ അഡ്മിഷൻ എടുത്തു, കുറേ സമയത്ത് അജീദ് പഠിച്ച്, കുറേ നാദർ പഠിച്ച്, കുറേ അങ്ങനെ നമ്മളിങ്ങനെ കാണാപ്പാടം പഠിച്ച് ഇത് പോരാ. എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് പ്ലാനിങ് സ്കില്ല് എന്ന് പറയുന്നത്. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മൾ പ്ലാൻ ചെയ്യണം. എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എത്ര അളവിൽ ചെയ്യണം, ആരാണ് എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ടത്, ഈ സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് അത് കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാകേണ്ടത്, പ്ലാനിങ് വരുന്നത്. അപ്പോൾ എന്നതുപോലെ നമ്മൾ ഹിഫ്ള് പഠിക്കുമ്പോഴും വി ഷുഡ് പ്ലാൻ. എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്താലുള്ള നേട്ടം എന്താണെന്ന് അറിയാം മക്കളെ? ഒന്ന്, ഗിവ്സ് ക്ലിയർ ഡയറക്ഷൻ. നിങ്ങൾക്ക് കൃത്യമായ മാർഗ്ഗരേഖ കിട്ടും, എങ്ങനെ പോകണം, എവിടത്തേക്ക് പോകണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര വയസ്സായി, നിങ്ങളുടെ മുമ്പിൽ ഇത്ര മാസം ബാക്കിയുണ്ട്, അപ്പോൾ നിങ്ങൾ എത്ര പേജ് വെച്ച് പഠിക്കണം, എത്ര നിങ്ങൾ കവർ ചെയ്യണം, എത്ര കവർ ചെയ്താലാണ് നിങ്ങൾ ഹിഫ്ള് കംപ്ലീറ്റ് ആവുക എന്നൊക്കെ കിട്ടണമെങ്കിൽ യു ഷുഡ് പ്ലാൻ യുവർ സ്റ്റഡി. രണ്ടാമത്തെ പോയിന്റ്, ബിൽഡ് കൺസിസ്റ്റൻസി. നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരേപോലെ പോകാൻ വേണ്ടി പറ്റൂ. ചില ദിവസം നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും അല്ലേ, കുറേ പഠിക്കാനൊക്കെ. ചില ദിവസമോ ഒന്നും ഉണ്ടാവില്ല, കാറ്റ് പോയ ബലൂണ് വരെ ഉണ്ടാകുക. ഇന്നലെ 2 പേജ് പഠിച്ചു, ഇന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. മറ്റന്നാളൊക്കെ 1 പേജ് പഠിച്ചു, 4ാമത്തെ ദിവസമൊക്കെ ഒന്നുമില്ല. അപ്പോൾ കൺസിസ്റ്റൻസി ഇല്ല. ബട്ട് ഇഫ് യു ഹാവ് എ പ്ലാൻ, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ട് നിങ്ങളൊരു 10 ലൈൻ പഠിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾ ഡെയിലി 10 ലൈൻ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരേ അളവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പോകാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ക്രിക്കറ്റ് ഇഷ്ടമാക്കുന്ന ആളാണോ? ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? ക്രിക്കറ്റ് കളി കാണുന്ന ആളുകളുണ്ടോ? ഉണ്ടോ? ക്രിക്കറ്റ് കളി കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ചേസിങ്ങിന് വേണ്ടി സെക്കൻഡ് ടീം ബാറ്റിങ്ങിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിങ്ങനെ എഴുതി സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുമല്ലോ, ഇത്ര റൺസ് ഇന്ത്യ നീഡ്സ് 250 റൺസ് ഇൻ 50 ഓവേഴ്സ് എന്നൊക്കെ കാണിക്കും. 50 ഓവറിൽ ഇന്ത്യക്ക് 250 റൺസ് വേണം. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് കാണിക്കും. 250 റണ്ണ് 50 ഓവറിൽ നേടണമെങ്കിൽ 1 ഓവറിൽ എത്ര റണ്ണ് നേടണം എന്ന് കാണിക്കും. എന്നിട്ട് RPU എന്ന് വേണം, റേറ്റ് പെർ റൺസ് പെർ ഓവർ, 1 ഓവറിൽ എത്ര റണ്ണ് നേടണം ഇത് കാണിക്കും. അപ്പോൾ ശരാശരി സ്ട്രൈക്ക് റേറ്റും ആ റൺ റേറ്റും ഒക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ എന്താ അതിനെ കൊണ്ടുള്ള ഉപകാരം? ഒരു ബാറ്റ്സ്, അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ റൺ റേറ്റ് എന്ന് പറയുന്നത് 1 ഓവറിൽ 6 റണ്ണാണെന്ന് കൂട്ടാം ഫോർ എക്സാമ്പിൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഗ്രീസിൽ നിൽക്കുന്ന ബാറ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം ആ ആള് 1 ഓവറിൽ എത്ര റൺ എടുത്താൽ മതി കളി ജയിക്കാൻ? 6 റൺ എടുത്താൽ മതി. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയി ഓരോ ഓവറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 49 48 അല്ലെങ്കിൽ 20 ആണെങ്കിൽ 18ാമത്തെ ഓവർ ആകുമ്പോഴത്തേക്ക് കളി ജയിക്കും. ഈ ഒരു സാധനം ഐഡിയ വരുന്നത് എന്തുകൊണ്ടാണ്?
പ്ലെയർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവൻ്റെ മുമ്പിൽ പ്ലാൻ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഒരു ഓവർ നിൽക്കുമല്ലോ അല്ലെ, കളി ക്രിക്കറ്റ് കാണല്ലേ? ആരെങ്കിലും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? ആരാണ്? ആരുമില്ല? പറഞ്ഞോ, ആരും അങ്ങനെ ഇഷ്ടമല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. എനിക്ക് ധോണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കോ ധോണി ഇഷ്ടമാണ്. വെരി ഗുഡ് അല്ലേ? അപ്പോൾ 6 ബോളാണ് ഒരു ഓവറിൽ കിട്ടുക. അപ്പോൾ നമ്മൾ റൺ റേറ്റ് എത്രയാണ്? 6 runs per over. അപ്പോൾ ഒരു ബോൾ മിസ്സായി, ടെൻഷൻ വേണ്ട. ഒന്നിക്കൊരു 4 എടുക്കാം, ബൗണ്ടറി ഇടാം, 7 ഡബിൾസ് ഇടാം, അപ്പോൾ അങ്ങനെ 6 അടിക്കാം. 3 ബോൾ മിസ്സായി, ടെൻഷൻ വേണ്ട. നിങ്ങളൊരു ലാസ്റ്റ് ബോളിലോ 4th ബോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഊപ്പർ കട്ടോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ അടിച്ചിട്ട്, മഹേന്ദ്ര സോണിൻ്റെ ഐക്കണിക് ഷോട്ടാണ് അതൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 6 അടിച്ചിട്ട് സംഗതി തീരുമാനമാക്കാം. അപ്പോൾ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ ഗുണം, സേവ്സ് ടൈം ആൻഡ് എഫേർട്ട്. നമുക്ക് പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ ചില മണിക്കൂറുകളോളം ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും, നമ്മൾ എഫേർട്ട് ഒരുപാട് ഇടുന്നുണ്ടാവും, പക്ഷെ അതൊക്കെ അസ്ഥാനത്തായിരിക്കും. കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ട് അത് കുറച്ചിട്ടാൽ മതി. നിങ്ങളുടെ സമയം അത് ഒരു കൃത്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് പഠിച്ചാൽ മതി. അപ്പോൾ അതിൽ കൂടി നമുക്കറിയാം, ഇപ്പോൾ ടെൻഷനില്ല. എനിക്ക് ഇന്ന് പഠിക്കേണ്ടത് ഒരു പേജ് മാത്രമേ ഉള്ളൂ. ഒരു പേജ് പഠിക്കാൻ 25 minutes മതി. ആ 25 minutesനെ സ്പ്ലിറ്റ് ചെയ്താൽ 15+10 അങ്ങനെ രണ്ട് സെഗ്മെൻ്റ് ആക്കി എനിക്ക് വെക്കാം. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ സമയം എനിക്ക് ലാഭമാണ്. അല്ലെങ്കിൽ കുറേ സ്കൂളിലത് പഠിക്കാനുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്കൂളിൽ പോകുന്ന മക്കളാണ് അല്ലേ? നന്നായി പഠിക്കണം. നിങ്ങൾ സ്കൂൾ പഠനം വീക്കായാൽ ആദ്യം ടീച്ചർ എന്താ പറയാമെന്നറിയാം? നീ ഇഫും പഠിക്കുന്നതുകൊണ്ടല്ലേ പറയത്തില്ലയോ? ഞാനാണെങ്കിൽ പറയും, എൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, ഇഫും പോകുന്നുണ്ട്, അവനെ പഠനം വീക്കാൻ ഞാൻ അവനോട് പറഞ്ഞു, അത് പഠിക്കുന്നതുകൊണ്ടല്ലേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ പഠനത്തിനെ മറ്റേതിലേക്ക് എൻഹാൻസ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സേവ് യുവർ ടൈം ആൻഡ് എഫേർട്ട്. ലാസ്റ്റ് വൺ, ഹെൽപ്സ് ട്രാക്ക് പ്രോഗ്രസ്. നിങ്ങൾ എത്ര വളർന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചോദിക്കും, ഒക്ടോബർ കഴിഞ്ഞു അല്ലേ? ഒക്ടോബറിൽ എത്ര ജ്യൂസുകൾ ഇഫ് പുതിയ പാഠം പഠിച്ചു? ഒരു ജ്യൂസ് പഠിച്ച ആൾക്കാരാണെങ്കിൽ കൈ വന്നെങ്കിൽ ഒക്ടോബർ പുതിയ പാഠമാണ്. പുതിയ പാഠം തന്നെയല്ലേ പറയല്ലേ അല്ലേ മനുഷ്യ? ഒരു ജ്യൂസ് പഠിച്ച ആളുകളുണ്ടോ? 2 ജ്യൂസ് പഠിച്ച ആളുകളുണ്ടോ? ഇല്ല. 3 ജ്യൂസ് പഠിച്ച ആളുകളുണ്ടോ? ഇല്ല. ഒരു ജ്യൂസ് തന്നെയാണ്. അപ്പം നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ്, ഇപ്പം നിങ്ങളിപ്പോൾ ഒക്ടോബറിൽ നിങ്ങൾ ഒരു ജ്യൂസ് പഠിച്ചു, നിങ്ങൾക്ക് നവംബറിൽ അത് കൂട്ടണം എന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എങ്ങനെ കൂട്ടും? അപ്പോൾ നിങ്ങൾ ഒക്ടോബറിൽ പഠിക്കാനല്ലേ ചെയ്തത്? ഒക്ടോബറിൽ കളിക്കായിരുന്നോ? ഇതെങ്ങനെ കൂട്ടും? അപ്പോൾ ഒക്ടോബറിൽ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ലെവൽ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ ഒക്ടോബറിൽ 25 minutes പുതിയ പാഠം പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ജ്യൂസിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ, പേജിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ നിങ്ങൾ എവിടെയാണ് പണിയെടുക്കേണ്ടത്? നിങ്ങളുടെ പ്ലാൻ നമ്മൾ നോക്കി എവിടെയാണ് എൻ്റെ സമയം കൊടുക്കുന്നത് നോക്കി, 25 minutes. അപ്പോൾ അതിനൊരു 10 minute കൂടി എന്ത് ചെയ്യാം? കൂട്ടാം. ഡെയിലി 10 minute കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മന്ത് ആകുമ്പോഴത്തേക്ക് എത്ര മിനിറ്റ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടി? 10 ഗുണിക്കണം 30, 10 into 30. എത്ര മിനിറ്റ്സ് കിട്ടി നിങ്ങൾക്ക്? 300 minutes എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറായി? കാൽക്കുലേറ്റർ ആണോ? എത്ര മണിക്കൂർ? 5 घंटे. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് അളക്കാൻ വേണ്ടി പറ്റി. എനിക്ക് തോന്നുകയാണ് ഇത്ര ഒന്നും പഠിക്കേണ്ട, കുറച്ചേക്കാം. അപ്പോൾ കുറക്കണമെങ്കിലും നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്ലാനിങ്ങിലാണ് വർക്ക് ചെയ്യേണ്ടത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും, എന്ത് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും, യു ഷുഡ് ഹാവ് എ ഗോൾ, യു ഷുഡ് ഹാവ് എ പ്ലാൻ. യു ഷുഡ് ഹാവ് എ പ്ലാൻ എ, ഓൾവേസ് പ്ലാൻ ബി. പണ്ടാരെ പറഞ്ഞതുപോലെ എന്തിനാ പ്ലാൻ ബി മാത്രം? ഇംഗ്ലീഷിൽ ഇത്രയും ആൽഫബറ്റ്സിലെ പ്ലാൻ സിയും ഡിയും ഇയും. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ക്രിയേറ്റിംഗ് പ്ലാൻ തയ്യാറാക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചോ? നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചാലേ നമ്മളെ വാപ്പന്മാരോടൊക്കെ ചോദിച്ചാൽ മതി, ആദ്യം എന്താ ചെയ്യാന്നറിയാം? വീടുണ്ടാക്കാൻ തീരുമാനിച്ചാൽ ആദ്യം എന്താ ചെയ്യാൻ? വെരി ഗുഡ്. എന്ത് ചെയ്യും? ഈ ബിൽഡിംഗ് നിർമ്മിച്ചു, മാഷാ അല്ലാഹ്. അല്ലാഹു ഖിയാമത്ത് നാളെ വരെ നിലനിർത്തട്ടെ, ഒരുപാട് ഖൈറുകൾക്കുള്ള കാരണമാക്കി അല്ലാഹു മാറ്റട്ടെ. എന്തായിരിക്കും ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായി ഇതിൻ്റെ ആൾക്കാർ?
പ്ലാൻ വരക്കും. എവിടെ ഗ്രൗണ്ട് വരണം, എവിടെ കിച്ചൺ വരണം, എവിടെ പ്രെയർ ഹാൾ വരണം, എവിടെ പിന്നെ സ്മാർട്ട് ക്ലാസ് റൂം, ഇതൊക്കെ അവർ പ്ലാൻ ചെയ്യും ആദ്യം. എന്നിട്ടാണ് പണി തുടങ്ങാം. അല്ലാതെ പണി തുടങ്ങി കഴിഞ്ഞിട്ടല്ല എന്താ വരക്കുക, പ്ലാൻ വരക്കാം. സോ ലെറ്റ്സ് മൂവ്. അപ്പം നമ്മൾ അൽഹംദുലില്ലാഹ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചില്ലേ? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ പഠനം വളരെ സുഗമമായി സുന്ദരമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ഞാൻ ഒരു 3 പാർട്ടാക്കിയിട്ട് ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ പാഠം പഠിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ബിഫോർ സ്റ്റാർട്ടിങ്, പാഠം പഠിക്കുന്നതിന് മുമ്പ്. 2, പാഠം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 3, പാഠം പഠിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ സെഷൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്തെയും പിന്നീട് പാട്ടൊക്കണോ? ഉറക്കം വരുന്നുണ്ടോ? നമ്മുടെ എല്ലാ സ്വർഗാരില്ലേ? അപ്പോൾ തുടങ്ങല്ലേ നമുക്ക്. അപ്പം നിങ്ങൾ സാധാരണ പുതിയ പാഠം പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാഠം പഠിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെ കോമൺ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത കാര്യം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് എനിക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാനോ ഉണ്ടോ? പാഠം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? വർക്കൗട്ടൊക്കെ ചെയ്യുമോ? എന്താ ചെയ്യാറുള്ളത് മോളെ? എന്താ മോളെ പേര്? മോളെ പേര് എന്താ? മോളെന്നാ അസ, അഫ്ല, അഹില. എത്ര ജ്യൂസ് പഠിച്ചു? സ്റ്റാർട്ട് ചെയ്ത് ഹാഫ് ജ്യൂസായി. മാഷാ അല്ലാഹ്. എന്താ മോൻ്റെ പേരെന്താണ്? റയാനു. എത്ര ദിവസമായി? നാദിറാണ്. മാഷാ അല്ലാഹ്. ഇഫ്ദ് ഉഷാറായിട്ട് പഠിച്ചെടുക്കൂലേ? മോൻ നാദിറ പഠിക്കുന്നതിന് മുമ്പ് ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇനി നമ്മളങ്ങനെയല്ല. നമ്മളെ പ്ലാനിങ് അനുസരിച്ചിട്ട് നമ്മളെ പാഠം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ക്ലൻസ് ദ ഹാർട്ട് ആൻഡ് മൈൻഡ്. നമുക്കറിയാം നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ്, ഖുർആനാണ്. ഖുർആൻ അത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ഹാർട്ടാണ്, നമ്മുടെ ഹൃദയവുമായിട്ടാണ് അതിൻ്റെ ബന്ധം. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയം എന്തായിരിക്കണം? സാഫ് ഹോന ചാഹിയെ, ശുദ്ധമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അള്ളാഹു പറഞ്ഞത് അലാ ഖൽബിക, നബിയെ ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഹൃദയത്തിൻ്റെ മേലാണ്. ലി തകൂന മിനൽ മുൻദിരീൻ, നമ്മുടെ ഹൃദയം ശുദ്ധിയാണ്. ഹൃദയ ശുദ്ധിയാകാന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എടുത്ത് അതിങ്ങനെ പുതിർത്തിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് സർഫ് എക്സലൊക്കെ കലക്കി ഇങ്ങനെ ഹൃദയം ഇങ്ങനെ ശുദ്ധിയാക്കല് മോനെ. കുളിച്ചാൽ ശുദ്ധിയാവും. ചിലപ്പോൾ ക്ലോറക്സ് ഒക്കെ ഇടേണ്ടി വരും നമ്മളൊക്കെ ഹൃദയ ശുദ്ധിയാക്കണമെങ്കിൽ. അല്ലെങ്കിൽ അതുക്കും മേലെ വേറെ എന്തെങ്കിലും സാധനം ഉണ്ട്. എങ്ങനെ ഹൃദയ ശുദ്ധിയാകാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമില്ല. ഹൃദയം നന്നാ. നിങ്ങൾ ഹൃദയം നന്നാവുക 2 കാര്യങ്ങൾ ബേസിക്കലി ശ്രദ്ധിച്ചാൽ മതി. 2 കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ 2 കാര്യം ഞാൻ പറഞ്ഞു. 2 കാര്യം. ഒന്ന്, അവോയ്ഡ് സിൻസ്, പാപങ്ങൾ ചെയ്യാതിരിക്കുക, തെറ്റുകൾ ചെയ്യരുത്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കുറേ പ്രവൃത്തിയുണ്ട്. കളവ് പറയുക, ചീത്ത പറയുക, ഹറാമ് കാണുക, ഹറാമ് കേൾക്കുക, ഹറാമായ റിലേഷൻ ഉണ്ടാകുക, മോഷ്ടിക്കുക, മറ്റുള്ള ആളെ അടിക്കുക, ആക്രമിക്കുക, ഇതൊക്കെ പാപങ്ങളാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഹൃദയത്തിൽ ഇരുട്ടുണ്ടാകും. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് വരാൻ വേണ്ടി തുടങ്ങി. ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ചെറിയൊരു ഓർമ്മക്കുറവ്. അദ്ദേഹം തൻ്റെ ഉസ്താദായ വക്കീലിൻ്റെ അടുക്കിലേക്ക് പോയി റഹിമഹുല്ലാ. എന്നിട്ട് പറഞ്ഞു, ഷക്കൗതു ഇലാ വക്കീ ഇൻസു അഹിഫുദി. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് എനിക്കിപ്പോൾ പഴയ പോലെ ഓർമ്മ നിൽക്കുന്നില്ല. പണ്ട് 1 ലക്ഷമൊക്കെ ഹദീസും 1 ലക്ഷം ഇതൊക്കെ എനിക്ക് ഓർമ്മ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അത്രയൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ ഉസ്താദായ വക്കീൽ റഹിമഹുല്ലാ ശിഷ്യനായ ഷാഫി റഹിമഹുല്ലയോട് പറഞ്ഞു ഉത്തരം, ഫഅഖ്ബറനി ഇലാ തർക്കിൽ മആസി. എന്നോട് പറഞ്ഞു, മോനെ ഷാഫി, നീ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി പാടില്ല. ഫഅഖ്ബറനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി. അല്ലാഹുവിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് പ്രകാശമാണ്, ഒരു സംശയമില്ലല്ലോ. ഇത് പ്രകാശമാണ്, ഹൃദയത്തിലേക്കാണ് ആ പ്രകാശം വന്ന് അടിക്കുന്നത്. വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി. തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് തൽക്കാലം അല്ലാഹു പെൻഡിങ്ങിലാണ് വെക്കുക 100. അപ്പോൾ തൗബ ചെയ്താൽ 100 വരും. അതുകൊണ്ട് ആദ്യം തന്നെ ഡിസിഷൻ എടുക്കുക. ഞാൻ ഹിഫ്ദ് പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ മറ്റു കുട്ടികൾ കളിക്കും പോലെ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല. പകൽ സ്കൂളിൽ പോകുന്നുണ്ട്, പുസ്തകമൊന്നും കാണത്തില്ല, അപ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ചേക്കാം. അപ്പോൾ സ്കൂളിൽ പോയി നമ്മൾ 2 ഗേൾ ഫ്രണ്ട്സിനൊക്കെ ഒപ്പിച്ചേക്കാം. ഒരു ബെസ്റ്റ്, ഒരു ഗേൾ ഫ്രണ്ട്. ഇപ്പോൾ അങ്ങനെയല്ലേ അല്ലേ?
2 കൂടുതലുണ്ടോ? 4 വരെ പോകാം. ഇങ്ങനെയാണോ? ഒരേ സമയം 4 വരെ പോകുന്നതാണോ? ഉണ്ടോ? ബെസ്റ്റ് ഉണ്ടോ ആരെങ്കിലും? അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കണം. നമ്മൾ സ്കൂളിൽ പോയി, ക്ലാസ്സിൽ പോയി, പെൺകുട്ടികളായ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ ഹറാമായ നമ്മൾ കൂട്ടുകാർക്ക് കൂടി സിനിമക്ക് പോവാം. പുതിയ സിനിമ പടം റിലീസായിട്ടുണ്ട്. അപ്പോൾ എടാ ഞാൻ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? അപ്പോൾ നമ്മളത് രാവിലെ അല്ലേ ക്ലാസ്, സ്കൂളിലേക്ക് പോയാൽ എന്ത് ചെയ്ത് ക്ലാസ് കട്ട് ചെയ്തിട്ട് പുതിയ പടത്തിന് എന്ത് ചെയ്യാം, പോകാം. പോയാൽ എവിടെയാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണിക്കുക? വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി, അള്ളാഹുവിൻ്റെ പ്രകാശം തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, എനിക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ കിട്ടണം, അള്ളാഹുവിൻ്റെ നൂറ് കിട്ടണം. അവിടെ ഞാൻ എന്ത് ചെയ്യൂല, തെറ്റുകൾ ചെയ്യൂല. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൗബ, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. 2, നിങ്ങളുടെ ഇബാദത്തുകളിൽ ചിട്ട പുലർത്തുക, ഖുർആൻ ശരിക്കും ഓതുക, നിസ്കാരം നന്നായി നിസ്കരിക്കുക, അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക, ദിക്ർ ചെയ്യുക. ഇതും പ്രകാശം വരാനുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസ് യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ്, അവോയ്ഡ് സിൻസ്, ഡിസ്ട്രാക്ഷൻസ്, നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. ഇതൊക്കെ നമ്മൾ ചെയ്താലാണ് ഹൃദയം നമുക്ക് നന്നാക്കാൻ പറ്റുക. 2ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന എൻവയോൺമെൻറ്റ്, പ്രിപ്പയർ എ സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ്. എന്താ കാര്യം? നമുക്കറിയാം നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയം, നമ്മൾ പഠിക്കുന്ന ചുറ്റുപാട്, ഇതിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്? മെമ്മറൈസ് ചെയ്യുകയാണ്, മനഃപ്പാടമാക്കുകയാണ്. ഭയങ്കര ഒച്ചപ്പാടും ബഹളമുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നാൽ എങ്ങനെയാണ് മനഃപ്പാടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു കാമൻ ക്വയറ്റായ ഒരു എൻവയോൺമെൻറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം, വെളിച്ചുണ്ടായിരിക്കണം, വായു കടക്കുന്ന സ്ഥലമായിരിക്കണം. കാരണം നിങ്ങൾ നോക്കിയാൽ അടച്ചും മൂടിയൊക്കെ റൂമൊക്കെ ആകുമ്പോൾ ഓക്സിജൻ ലെവലിൽ പ്രശ്നം വരും. ഓക്സിജൻ ലെവലിൽ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ ലെവലിൻ്റെ അളവ് കുറയും. അത് കുറഞ്ഞാൽ തീർച്ചയായും ശരിക്കും നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ലിഫ്റ്റിനുള്ളിലൊക്കെ കയറി നിങ്ങൾക്ക് തോന്നില്ല ഒരുമാതിരി ശ്വാസം മുട്ടുന്ന പോലൊക്കെ അനുഭവപ്പെടുന്നത്. കാരണം അത്രയും ചെറിയ സ്പേസിൽ ഇത്രയും കുറേ ആളുകൾ കയറുകയാണ്. അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്ലാസ് റൂം സെറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു ക്ലാസ്സിൽ ഒരു മാക്സിമം 11 to 12 ആണ് സാധാരണ പറയാറുള്ളത്. അതിൻ്റെ സൈക്കോളജി എന്താ? ഈ 12 ആൾക്ക് ശരിക്കും കയ്യും കാലൊക്കെ ഒന്ന് അകത്തി ഇരിക്കാൻ പറ്റുന്നതും എയർ വെന്റിലേഷനുള്ള ശ്വാസം നന്നായി നടക്കാൻ പറ്റുന്ന ഒരു സ്പേസിലായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മക്കളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എന്തായിരിക്കണം. ചില കുട്ടികൾ കാണാം മൂലൊക്കെ പോയിട്ടിരിക്കും അല്ലേ, മതിലിൻ്റെ കോർണറിൽ പോയിട്ടിരിക്കും. നിങ്ങൾ നോക്കിയാട്ടെ, മതിലിൻ്റെ കോർണറിൽ പോയാൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ ലൈറ്റിൻ്റെ എത്തുന്നത് കുറയില്ലേ അല്ലേ? അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മിക്കവാറും ഹാഫിളാമത്തേക്ക് 2 കണ്ണട വെക്കാം. 1 അല്ല 2 കണ്ണട. കാരണം കണ്ണിന് സ്ട്രെയിൻ കൂടുമ്പോൾ തലവേദന വരും. പ്രത്യേകിച്ച് മൈഗ്രൈൻ്റെ ഒക്കെ പ്രശ്നമില്ലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഫിസിക്കൽ എൻവയോൺമെൻറ്റ് മനസ്സിലായോ? നമ്മൾ പഠിക്കുന്ന സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം? നന്നാക്കണം. ഏറ്റവും നല്ല സ്ഥലത്ത് ഇരുന്നിട്ട് പഠിക്കണം. മക്കത്ത് പതിനത്ത് പോയി പഠിക്കുക എന്നുള്ളതല്ല, നമുക്ക് അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളെ നമ്മൾ അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ചൂസ് എ ക്വയറ്റ്, ക്ലീൻ ആൻഡ് കാം പ്ലേസ് ഫോർ മെമ്മറൈസേഷൻ. ക്വയറ്റായിരിക്കണം, മാക്സിമം ഒച്ചപ്പാടും ബഹളമില്ലാത്ത സ്ഥലം എടുക്കാം. 2, വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് പഠിക്കണം. കുറച്ച് കിതാബ് അങ്ങോട്ട്, കുറച്ച് ബുക്ക് അങ്ങോട്ട്, പിന്നെ ഹെയർ ക്ലിപ്പ് അവിടെ, തട്ട ഇവിടെ, സോക്സ് ഇവിടെ, പിന്നെ അവിടെ ടോപ്പ് ഇവിടെ. ഇപ്പോൾ മൈൻഡ് എന്താണെന്ന് പറയുക, മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആവും ഇതിങ്ങനെ കാണുമ്പോൾ. നിങ്ങളുടെ ഡെസ്കൊക്കെ നല്ല സുന്ദരമായി വെച്ചു, ബുക്കും പെന്നൊക്കെ അവിടെ ഉഷാറാക്കി വെച്ച് എല്ലാം നല്ല ക്ലീൻ ആൻഡ് ക്വയറ്റ് ആയി കഴിഞ്ഞാൽ വന്നിരുന്ന് പഠിക്കാൻ തോന്നും. ചില ലൈബ്രറിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലൈബ്രറിൻ്റെ പ്രത്യേകത എന്താ പറയുക, ലൈബ്രറി കണ്ടാൽ വായിക്കാൻ തോന്നണം. ചില ലൈബ്രറി കണ്ടാൽ അതിൻ്റെ അരിയത്തോട്ട് പലപ്പോഴും നമുക്ക് തോന്നില്ല. ചില ബസ് കണ്ടിട്ടുണ്ട് നിങ്ങൾ, കണ്ടാൽ എന്ത് തോന്നും? ഒന്ന് കയറണമെന്ന് തോന്നും. എന്തുകൊണ്ടായിരിക്കും? ഡ്രൈവറെ കണ്ടിട്ടാണോ? ഡ്രൈവർ ചിലപ്പോൾ ഏതെങ്കിലും തവളനായിട്ടായിരിക്കും. നല്ല വൃത്തിച്ചാൽ ബസ്സാർ കണ്ടിട്ട് നിങ്ങൾ രാവിലെ ബസ്സിനെ കുളിപ്പിക്കും അല്ലേ? രാവിലെ 5 മണിക്ക് 5:30 മണിക്ക് വന്നിട്ട് കിളിയും അല്ലെങ്കിൽ കണ്ടക്ടർക്ക് വന്ന് കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി 2 ബത്തിയൊക്കെ കത്തിച്ചു. ഒന്നും പറയണ്ട. രാവിലെ ഫസ്റ്റ് ട്രിപ്പ് പോകുന്നവർക്ക് ബത്തിൻ്റെ മണം ഫ്രീ. ആ ട്രിപ്പിൽ നമ്മൾ പുറത്തിറങ്ങി നമ്മളെ മൊത്തത്തിൽ എന്ത് ചെയ്യും? അഗർബത്തി മണക്കും. അപ്പം നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി തോന്നും.
ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? യെസ്. അടുത്തത് സെറ്റ് എ റിയലിസ്റ്റിക് പ്ലാൻ. നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയലിസ്റ്റിക് ആയ പ്ലാൻ നമ്മൾ വെക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം ഹിഫ്ള് സ്റ്റാർട്ട് ചെയ്ത എത്ര ആളുകളുണ്ട്? ഒന്ന് കൈവന്തിക്കും മക്കളെ. മാഷാ അല്ലാഹ്. ഒരു 5 ജുസായ ഒരു കുറച്ച് ആൾ 5 ജുസായ ആളുകൾക്ക് കൈവന്തിക്കും. 5 ജുസ്. ഓക്കെ. എന്താ മോൻ്റെ പേര്? ഹാനി 5 ജുസായ അല്ലേ മോന്? പിന്നെ എത്ര വർഷം കൊണ്ട് ഹാഫിളാവും? മൈക്കിൽ പറഞ്ഞ അറിയില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ 5 ജുസായ ആളുകൾ? മാഷാ അല്ലാഹ്. എന്താ മോൻ്റെ പേര്? ഷയാൻ. വെരി ഗുഡ് നെയിം. മോൻ എത്ര മാസം കൊണ്ട് ഹാഫിളാവും? ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണ്ടേ? ഇപ്പോൾ ചിന്തിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ഇത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് ഹാഫിളാകണം എന്ന് ഉണ്ടോ? നിങ്ങൾ എപ്പോഴാണ് 10th പൂർത്തിയാവല്? ഏത് ഇയറാണ് 10th പാസ്സാവാ? 6th? ഏത് വർഷമാണ് നിങ്ങൾ 10ാം ക്ലാസ് പൂർത്തിയാവാൻ? 2027, 30 അല്ലേ? നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് കണക്കില്ലേ? നിങ്ങൾ ഏത് വർഷം ഹാഫിളാവും? അറിയില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റി, ഇവിടെ പറയാൻ പറ്റിയില്ല? അവിടെ സ്ട്രക്ചേർഡാണ്, അവിടെ കണക്കുണ്ട്, റിയലിസ്റ്റിക് ആയ പ്ലാൻ അവിടെ ഉണ്ട്. ഓരോ വർഷം എന്ത് പഠിക്കും, എങ്ങനെ പഠിക്കും, അതിനെങ്ങനെയാണ് നിങ്ങൾ പാസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ കണക്ക് അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ കയ്യിൽ അതില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പറയാൻ പറ്റുന്നില്ല. അപ്പോൾ റിയലിസ്റ്റിക് ആയ പ്ലാൻ വെക്കുക. എങ്ങനെ? ഉദാഹരണം, നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 5th ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ സാധാരണ എങ്ങനെയാണ് 10th പാസ് ഔട്ട് ആകുമ്പോൾ ഹിഫ്ള് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? 7ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഹിഫ്ള് കഴിയും. അപ്പോൾ ആ നിലക്ക് ഒരു ടാർഗറ്റ് ഞാൻ വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 2 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഹിഫ്ള് പൂർത്തിയാക്കും. അപ്പോൾ 2 വർഷം കൊണ്ട് ഹിഫ്ള് പൂർത്തിയാക്കണമെങ്കിൽ 2 വർഷം എന്ന് പറഞ്ഞാൽ 24 മാസമാണ്. എത്ര മാസം? 24 മാസമാണ്. അപ്പോൾ ഖുർആൻ ശരീഫിൽ എത്ര ജുസുണ്ട്? 30 ജുസുണ്ട്. ഞാൻ ഓൾറെഡി 6 ജുസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 24 മാസം കൊണ്ട് ഞാൻ ഇനി എത്ര ജുസ് പഠിക്കണം? 30 - 6 24 ജുസിന് പഠിക്കണം. അങ്ങനെ തന്നെയല്ലേ? അല്ലെങ്കിൽ ഖുർആൻ 35 ഉണ്ടോ അല്ലേ? അപ്പോൾ 24 മാസം കൊണ്ട് ഞാൻ 24 ജുസ് പഠിക്കണമെങ്കിൽ ഞാൻ ഒരു ദിവസം എത്ര ജുസ്, ഒരു മാസം എത്ര ജുസ് പഠിക്കണം? 1 ജുസ് പഠിക്കണം. ഒരു മാസം 1 ജുസ് പഠിക്കണമെങ്കിൽ 1 ജുസ് എന്ന് പറഞ്ഞാൽ 20 പേജാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്. എടുത്ത കലണ്ടർ അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ ഒരു മാസം ഞാൻ 20 പേജ് പഠിക്കണമെങ്കിൽ ഞാൻ ഒരു ദിവസം എത്ര പേജ് പഠിക്കണം? below 1. ഇതാണ് റിയലിസ്റ്റിക് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസം കൊണ്ട് 1 ജുസ് പഠിക്കുന്നത് റിയലിസ്റ്റിക് ആണ്. ഒരു മാസം കൊണ്ട് 10 ജുസൊക്കെ പഠിച്ചാൽ നമുക്ക് അത് റിയലിസ്റ്റിക് അല്ല. പറയാം, ആവേശത്തിന് പറയാം, പക്ഷെ ഇത് പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ ആവില്ല. അപ്പോൾ നിങ്ങൾ റിയലിസ്റ്റിക് ആയ പ്ലാൻ തയ്യാറാക്കണം. മൈൻഡിലല്ല തയ്യാറാക്കേണ്ടത്, ഹാവ് എ റിട്ടൺ പ്ലാൻ. അത് നിങ്ങൾ എഴുതണം. നിങ്ങളെ റഫ് ബുക്കിലോ നിങ്ങളൊരു പേഴ്സണൽ ഡയറിയിലോ അത് എഴുതണം. ഡെയിലി മെമ്മറൈസേഷൻ എഴുതണം. എത്ര ഓരോ ദിവസം പഠിക്കും എന്ന് നിങ്ങൾ എഴുതണം അതിൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ 1-ാം തീയതി ഇത്ര കൊടുക്കണം, 2-ാം തീയതി ഇത്ര കൊടുക്കണം. ഇനി അങ്ങനെ എഴുതാൻ പറ്റുന്നില്ലേ? വീക്കിലി 1 മുതൽ 7-ാം തീയതി വരെ ഇത്ര പേജ് നിങ്ങൾ കൊടുക്കണം. ഇത് ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഈ ആഴ്ചത്തെ ഗോൾ അച്ചീവ് ചെയ്തോ, കഴിഞ്ഞ മന്തിലെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്തോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഒന്ന് എഴുന്നേൽക്കുക, ചെറിയൊരു ഗെയിം കളിച്ചിട്ട് നമുക്ക് ഇരിക്കാം. ഓക്കെ? അപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യും മക്കളെ. ബോയ്സൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തട്ടെ, കൈയൊക്കെ വെച്ച് മസിൽസൊക്കെ ഒന്ന് പോട്ടെ, റിലാക്സ് ആകട്ടെ, ഉറക്കൊക്കെ ഒന്ന് പോട്ടെ. ഒന്നെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയെടുത്ത് പരിചയപ്പെടും. ഗേൾസിന് ബോയ്സ് അസ്സലാമു അലൈക്കും. സുഖം തന്നെ അല്ലേ? അല്ല, ഒരു കാര്യം പ്രത്യേകം ചോദിക്കണം. ഇയാൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് വെച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും.
ഉസ്താദ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ വല്ലതും എന്ന് ചോദിച്ചു നോക്കിയട്ടെ. ചോദിച്ചോ? ഓക്കെ, സിറ്റ് ഡൗൺ. അപ്പോൾ നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്തോ? അടുത്തത് ഫിക്സ് എ കൺസിസ്റ്റന്റ് ടൈം. ഒരു ദിവസം രാത്രി പുതിയാടം പഠിച്ചു, ഒരു ദിവസം രാജ്യത്തിന് പുതിയാടം പഠിക്കുന്നു, ഒരു ദിവസം രാത്രി പുതിയാടം പഠിക്കുന്നു, ഒരു ദിവസം സ്കൂളിൽ ഉച്ചക്ക് പുതിയാടം പഠിക്കുന്നു. ഇങ്ങനെ ആവരുത്. നമ്മളൊരു നല്ല സമയം ഫിക്സ് ചെയ്യാം. ആ സമയം തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതിൻ്റെ ഒരു ഉപകാരം എന്താണെന്നറിയോ? നമ്മൾ ഒരു കാര്യം ഒരു ടൈമിൽ തന്നെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ അതിലേക്ക് മോൾഡ് ആവും, യൂസ്ഡ് ആവും. അപ്പോൾ ബ്രെയിന് ആ സമയത്തേക്ക് വരുത്ത് ഭയങ്കര എളുപ്പമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നൊരു റുട്ടീൻ ഉണ്ടാവുമല്ലോ. രാവിലെ എഴുന്നേറ്റു ഡെയിലി റുട്ടീനൊക്കെ കഴിഞ്ഞ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ലേ, നിങ്ങൾക്കത് ചെയ്യാൻ എളുപ്പമാണ്. ഇന്ന് പെട്ടെന്നൊരു ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഇടങ്ങാറായില്ലേ? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പതിവില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ബ്രെയിന് പതിവില്ലാത്ത കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആകെ ടെൻഷനാവും. ഇതെന്താന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടി പോകുന്നത്, വെടിവെപ്പാൻ പറ്റാണോ, അടിയാൻ പറ്റാണോ എന്ന് ടെൻഷനാവും ബ്രെയിൻ. പക്ഷെ നിങ്ങളൊരു കാര്യം സ്ഥിരമായ ഒരു സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിന് പറയും, ഇത് തിന്നേണ്ട സമയമായിട്ടുണ്ട്, നിങ്ങൾ തിന്നണം. അതല്ലേ കറക്റ്റ് 12:30 മണി സ്കൂളിൽ ബെല്ലടിക്കുന്നു. നമുക്ക് വെസ്കാറില്ലേ 12:30 മണിക്ക് ലഞ്ച് ബ്രേക്കിന്? എന്തുകൊണ്ടാണ്? നമുക്ക് ബെല്ലടിക്കുന്നു, ആ സമയത്തേക്ക് ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആകുന്നു, വിശക്കുന്നു. ഈ റുട്ടീൻ ഇങ്ങനെ പോവാൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് അതിനെ പറയാം സൈക്കോളജിയിൽ. ആ ബെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു, വിശക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ രസമല്ല, വീട്ടിലുള്ളപ്പോൾ 12 മണിയായാലും 2 മണിയായാലും നമുക്ക് വിശക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഫിക്സ് എ കൺസിസ്റ്റന്റ് ടൈം. നിങ്ങൾ പുതിയ പാഠം പഠിക്കാൻ, നിങ്ങൾ ജുസു പാഠം ക്ലിയർ ആക്കാൻ ഒരു കൃത്യമായ സമയം നിശ്ചയിക്കാം. ഏത് സമയങ്ങൾ പഠിക്കാറുള്ളത് പുതിയ പാഠം? രാത്രി, വൈകുന്നേരം, ഓരോരുത്തർക്കും ഓരോ സമയമാണ്. നമ്മൾ ഏത് സമയത്ത് തിരഞ്ഞെടുക്കേണ്ടത്? അങ്ങനെയുണ്ടോ ഏതെങ്കിലും സമയത്തിന് പ്രത്യേകത? ഓക്കെ, നല്ല തഹജ്ജുദിന് സമയം നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് പ്രഭാത സമയത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ. ബുക്കൂർ എന്ന് പറഞ്ഞാൽ ഫജ്റിന് ശേഷം അല്ലെങ്കിൽ അതുമായി അടുത്ത സമയത്തിനാണ് ബുക്കൂർ എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് എന്താണ്, മാക്സിമം ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും. ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല. വണ്ടിൻ്റെ ഹോണടിയോ അല്ലെങ്കിൽ ഫോണിൻ്റെ റിങ്ങിങ്ങോ ഒന്നും ഉണ്ടാവും, വളരെ സൈലൻ്റ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി അങ്ങനെ പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ എനർജറ്റിക് ആയിട്ടുള്ള സമയം. ചില ആൾ വൈകുന്നേരം ആകുമ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന ആകെ എന്തായിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ ആക്റ്റീവായിട്ടുള്ളൊരു സമയം ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് എനർജി ലെവലുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല എനർജി ആയിരിക്കും, പിന്നെ അതിങ്ങനെ ഡിക്ലൈനായി ഇങ്ങനെ വരികയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നു, വീണ്ടും ചാർജായി നമ്മൾ വീണ്ടും ഇങ്ങനെ പോകും. പിന്നെ കുറച്ച് 11-12 മണി ഇങ്ങനെ പോകുമ്പോൾ ഗ്രാഫ് താഴോട്ട് പോകും. അപ്പോൾ ഏത് സമയമാണോ നിങ്ങൾക്ക് എനർജറ്റിക് ഫീൽ ആകുന്നത്, അത് എല്ലാ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും. എല്ലാ ആളുകൾക്കും ഒരുപോലെയല്ല. ചില ആളുകളെ കേസറികൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. ചില എനർജി ലെവൽ എങ്ങനെയാണ്, ഇവരെ എനർജി എപ്പോൾ ഷൂട്ടാകാന്നറിയോ? ഇവർക്ക് അസറൊക്കെ കഴിഞ്ഞ് മഗ്‌രിബൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് എനർജി അങ്ങ് കയറുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇങ്ങനത്തെ ആളുകൾക്ക് രാത്രി ഉറക്കിട്ടൂല പെട്ടെന്ന്. കാരണം എന്തുകൊണ്ടാ, ഇവർ എനർജി ഇവർ ജനറേറ്റർ പണ്ടത്തെ ജനറേറ്റർ അടിക്കുന്ന കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇങ്ങനെ കറക്കി ഇങ്ങനെ വലിക്കുന്നത്. ഇവർ രാവിലെ കറക്കാൻ തുടങ്ങും ഇവരുടെ ബോഡി. പക്ഷെ ജനറേറ്റർ സ്റ്റാർട്ടാവില്ല. മഗ്‌രിബൊക്കെ കഴിഞ്ഞാൽ ഇവർ ജനറേറ്റർ ഓണായി. അപ്പം ഇത് തിരിച്ചറിയണം. എൻ്റെ ബോഡി എനർജി ലെവൽ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, എൻ്റെ എനർജി ലെവൽ എപ്പോഴാണ് ഇത് സാധനം ഹൈ പീക്കിലേക്ക് പോകുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ട് ആ സമയത്തായിരിക്കണം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇപ്പം മദ്രസ നിശ്ചയിച്ചൊരു സമയം ഉണ്ടാവും, ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. പേഴ്സണലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, കൺസിസ്റ്റൻ്റ് ആയ ഒരു ടൈം ഉപയോഗിക്കുക. ഏർലി മോർണിംഗ് ആഫ്റ്റർ ഫജ്ർ ഇസ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്ലെസ്ഡ് ടൈം ടു മെമ്മറൈസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ. ഓരോ ദിവസവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് എത്ര പഠിക്കണം എന്നൊരു തലത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇനി ആണ് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് അല്ലേ, ഇവിടെ ബോയ്സ് ഉണ്ട്, ഇവിടെ ഗേൾസ് ഉണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്നുണ്ട് പേടിയല്ലേ? പക്ഷേ അല്ലേ, ബോയ്സ് ആൻഡ് ഗേൾസ് എന്നൊക്കെ പറയാം.
പൊളിറ്റിക്കലി റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അല്ലെ, ബോയ് എന്നും ഗേളെന്നും പോലും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. പക്ഷെ നമുക്ക് പറയാം, വരുന്നത് വരട്ടെ അല്ലേ. ഒരു ദിവസത്തെ എല്ലാവരും ഒരുപോലെയാണോ? ആണോ? ഹൈറ്റ് ഒരുപോലെയാണോ? വെയിറ്റ് ഒരുപോലെയാണോ? വ്യത്യസ്തരാണ്. നിങ്ങളൊക്കെ പഠിക്കുന്ന ഖുർആൻ സെയിം അല്ലേ? പക്ഷെ ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പഠന രീതി ഒരുപോലെയാണോ? എന്താ വ്യത്യാസം? എല്ലാം വലിയ പറഞ്ഞിരുന്നാ പിന്നെ പറഞ്ഞ എന്താ? എല്ലാന്ന് പറഞ്ഞല്ലോ, എന്താ വ്യത്യാസം? എന്നിട്ട് ഞാൻ ബാക്കി പറയുന്നുള്ളൂ. എന്താ വ്യത്യാസമുള്ളത് മോളെ? എന്താ മോളെ പേര്? മറിയം. മറിയെന്നാ? നഫ. റഫ മോളെ പറ, എന്താ വ്യത്യാസം? ഒരാളെ പറയാ. നിങ്ങൾ പറഞ്ഞ് തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. ആ, എന്താ പേര്? യുവർ ഗുഡ് നെയിം പ്ലീസ്. പേര് ആലിയ. ഹനിയ. എത്ര ദിവസമായി? 10 ദിവസമായി. മാഷാ അല്ലാഹ്. അപ്പൊ എന്താണ് വ്യത്യാസം? ആ, ചില ആൾക്കാർ നോക്കുന്നത് പഠിക്കും. ആ, ഫൈൻ, വെരി ഗുഡ്. ഒരു പോയിന്റ് ഹനിയ പറഞ്ഞു. ചില ആൾക്കാരെ നോക്കുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റും, ചില ആൾ കേൾക്കുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ചില ആൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ സമയം എടുക്കേണ്ടി വരും. ചില ആൾക്ക് എന്ത് ചെയ്യും, കുറച്ച് സമയം മതി. നമ്മളൊരു മൂന്ന് ടൈപ്പ് ഓഫ് ലേണേഴ്സ് പറയും. 3 തരത്തിലുള്ള പഠിതാക്കളുണ്ട്. 3 ടൈപ്പ് ഓഫ് ലേണേഴ്സ് ഉണ്ട്. ഇതിൽ ഞാൻ ഏത് കാറ്റഗറിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉഷാറായിട്ട് പഠനത്തിന് ഇമ്പ്രൂവ് ചെയ്യാം. നമുക്ക് ആഗ്രഹം നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ? അല്ല, എപ്പോഴും അടി കിട്ടണമെന്നാണ് ആഗ്രഹം. അടി കിട്ടലുണ്ടോ? ആരെയും ഉസ്താദ് ചോദിക്കുന്നില്ല. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കാണാൻ, ഞാൻ വീണ്ടും ക്രിക്കറ്റിലേക്ക് വരാം. അങ്ങനെ ഫുട്ബോൾ അത്രയും പരിചയമില്ലാത്തവരാണ് ഫുട്ബോൾ റെഫർ ചെയ്യാത്തത്. ക്രിക്കറ്റിലേക്ക് പുതിയൊരു ഒരു ബാറ്റ്സ്മാൻ ഔട്ടായിട്ട് പുതിയ ബാറ്റ്സ്മാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അയാൾ ആരാണെന്ന് പറയും. ഇപ്പോഴാണ് വീഡിയോ പറയാം, ഹായ്, ഐ ആം മഹേന്ദ്ര സിംഗ് ധോണി, റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, ഇത്ര എന്നൊക്കെ പറയും. ഫുട്ബോളാണ്ട് ഒന്നും അറിയില്ല ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ? ആ, അതാണ് അതെ, റൂൾസ് അറിയില്ല, അതാണ്. അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ വന്നു കഴിഞ്ഞാൽ അയാൾ വലങ്കയ്യനാണോ ഇടങ്കയ്യനാണോ എന്നൊക്കെ ഒരു ബാറ്റ്സ്മാൻ വന്നിട്ട് പറയും, ആദ്യം പരിചയപ്പെടുത്തും. അത് ആദ്യം പ്രീ റെക്കോർഡഡ് വീഡിയോ ആയിരിക്കും. ഇതെന്തിനാ അങ്ങനെ പറയുന്നറിയോ? ഒരു ബാറ്റ്സ്മാൻ റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ ആ ആളെ നേരിടാൻ എല്ലാ ബോളേഴ്സിനും ഒരുപോലെ നേരിടാൻ കഴിയില്ല. ചില ആളെ നേരിടാൻ സ്പിന്നേഴ്സാണ് ബെസ്റ്റ്. ചില ബാറ്റ്സ്മാൻമാരെ ഫേസ് ചെയ്യാൻ വേണ്ടി, അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ബോളേഴ്സാണ് നല്ലത്, മീഡിയം ഫാസ്റ്റ് ബോളേഴ്സാണ് നല്ലത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എന്നതുപോലെ എൻ്റെ ലേണിംഗ് സ്റ്റൈൽ ഏതാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് തുടങ്ങല്ലേ? അപ്പോൾ ഏത് ഭാഗമാണ് നമുക്ക് നോക്കാം? എൻ്റെ ഭാഗം ഒന്നാമത്തത് വിഷ്വൽ ലേണിംഗ് ആണ്. എന്താ വിഷ്വൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ സെൻസ് ഓർഗൻസ് എത്ര ഉണ്ട്? എത്രയുള്ളേ? 5Gയോ 5 അല്ലേ? എന്തൊക്കെയാണ്? ആ, കണ്ടറിവ്, അല്ലെങ്കിൽ കണ്ണ്, ചെവി, മൂക്ക്, വായ, സ്കിൻ അല്ലേ? ഇതാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയും. ഇതിൽ കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അറിവ് കിട്ടുന്നത്. നിങ്ങൾ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു മനുഷ്യനാണ്. അങ്ങനെ മനുഷ്യനായിട്ട് തോന്നില്ല മോനെ. ഇങ്ങനെ അന്തപ്പെട്ട് നോക്കുന്നത് മനുഷ്യൻ തന്നെയാണോ? എന്റെ സൗണ്ടുകൾ കേട്ടു, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഇയാളൊരു ആണാണ്. സംശയമുണ്ടോ? ഇങ്ങനെ ഇതിൽ കൂടി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ഇതിലൊക്കെ കൂടി ഡാറ്റ കളക്ട് ചെയ്യുമെങ്കിൽ പോലും ചിലതിനുള്ള ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും. ചില ആൾക്ക് വിഷ്വൽ പവറായിരിക്കും കൂടുതൽ, ചില ആൾക്ക് ഓഡിറ്ററി പവറായിരിക്കും കൂടുതൽ. അപ്പോൾ വിഷ്വൽ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കാണുമ്പോഴാണ് കൂടുതൽ പഠിക്കാൻ വേണ്ടി പറ്റുക. They learn best through seeing. അവരുടെ പ്രത്യേകത എന്താണെന്നറിയാം?
ഇപ്പോൾ ഒരാൾ വിശ്വകാരനാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ അറിയാം. ഞാൻ ഉദാഹരണം പറയാം. 2 കുട്ടികൾ, ഓക്കെ, 2 ആൾ വരുന്ന സമയത്ത് റോഡിലൊരു ആക്സിഡൻറ്റ് കാണുന്നു. അല്ലാതെ എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. ആക്സിഡൻറ്റ് കണ്ടിട്ട് ക്ലാസ്സിലെത്തിയിട്ട് നിങ്ങളോട് ഈ ആക്സിഡൻറ്റ് വിശദീകരിക്കുകയാണ്. അപ്പോൾ വിഷ്വലുകാരനുണ്ട്, ഓഡിറ്ററിക്കാരുണ്ട്. ഓഡിറ്ററിക്കാരൻ തന്നെ എനിക്ക് കേട്ടാലാണ് പെട്ടെന്ന് ഫീൽ ചെയ്യാം. പിന്നെ ടാക്ടൈൽ അല്ലെങ്കിൽ കൈനസെറ്റിക് തന്നെ ആൾക്ക് ഫീലിംഗ് ലെവലാണ് സാധനം പെട്ടെന്ന് കണക്ട് ചെയ്യുക. നമ്മൾ 3 സ്റ്റുഡൻസിനെ എടുക്കുക, 3 ആളും ഇത് പറയുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ആദ്യം വിഷ്വലുകാരൻ എൻ്റെ ഒരു എടാ മോനെ ഞാനൊരു ആക്സിഡൻറ്റ് ഉണ്ട്, ഒരു ബസ് ഇങ്ങനെ സ്പീഡിൽ വന്നപ്പോൾ ഇങ്ങനെ സ്കൂട്ടർ ഇങ്ങനെ ഒരു അറ്റട്ടിട്ടും കുന്നിങ്ങനെ കയറി ഇവിടെ എത്തിയപ്പോൾ ബ്രേക്ക് വരുമ്പോൾ താഴേക്ക് ഇങ്ങനെ പോകുന്നത്. എന്തെങ്കിലും ശ്രദ്ധിച്ചോ? ഇനി ഓഡിറ്ററിക്കാരൻ എങ്ങനെ പറയാൻ അറിയാം? എടാ വരുമ്പോൾ ഒരു ബസ് ഉണ്ട്, ആ ബസ് ഇങ്ങനെ മറ്റേ ബൈക്കാരൻ പി കുറേ ഹോൺ അടിച്ച്, പക്ഷെ എന്നിട്ട് നിർത്തിയില്ല, അടിച്ച് തെറ്റിട്ടും. കൈനസെറ്റിക്കാരൻ എൻ്റെ മോനെ വരുമ്പോൾ ഒരു ബസ് കണ്ടല്ലോ ഒന്നും പറയാണ്ടിരിക്കുന്നതല്ലേ, ചെറിയ കുട്ടികളുണ്ട്, ആ ബസ് അടിച്ച് ആ സ്കൂട്ടറാരെ തെറിച്ച് സങ്കടമായിപ്പോൾ എനിക്ക് കണ്ടിട്ട്. എല്ലാവരും കണ്ട സെനാരിയോ ഒന്ന്, ഒരാൾ എങ്ങനെ വിശദീകരിച്ചു ഒരു രൂപത്തിൽ, മറ്റൊരാൾ വേറെ രൂപത്തിൽ. എന്താ ഇവിടുത്തെ വ്യത്യാസം? നിങ്ങൾ വിഷ്വലുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടുത്തെ ചിത്രത്തിനെയാണ് നിങ്ങൾ മുമ്പിൽ അല്ലേ, ബസ് ഇങ്ങനെ വന്നു, കാരണം അതാണ് അവനെ കൂടുതൽ അട്രാക്ട് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്തത്. ബൈക്ക് ഇങ്ങനെ പോയി, കുന്നിങ്ങനെ കയറി. ഓഡിറ്ററിക്കാരനെ സംബന്ധിച്ചിടത്തോളം വോയിസ്, സൗണ്ടാണ് പ്രധാനം. ബസ് അടിച്ച ആ രംഗമല്ല ഒരു പക്ഷെ അവനെ കൂടുതൽ ക്യാച്ച് ചെയ്തിട്ടുണ്ടാകുക. ബസ് അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ടോപ്പ് സൗണ്ട്, ഇതായിരിക്കും. കൈനസെറ്റിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഫീലിംഗ് ലെവലാണ്. കാണാൻ കഴിയില്ല എന്നറിയില്ല, നമ്മൾ ബസ്സൊക്കെ വീണിട്ട് കുട്ടിയൊക്കെ തെറിച്ച് ആ ചോരൊക്കെ വന്നിരങ്ങോ. അപ്പൊ എന്താ, ഈ സെൻസ് ഓർഗൻസിന്റെ ലെവലിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാനിതിൽ ഏതാണെന്ന് തിരിച്ചറിയണം. നിങ്ങൾ വിഷ്വലുകാരനാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇത് ഖുർആനായിട്ട് കണക്ട് ചെയ്യാന്നുള്ള നമ്മുടെ വിഷയം, ചുമ്മാ പഠിച്ച് പോയാൽ പോരല്ലോ തിയറി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷ്വലുകാരനാണെങ്കിൽ അയാൾക്ക് ഖുർആൻ കാണണം. പ്രത്യേകിച്ചിട്ട് നമ്മുടെ കളർ കോഡ് ഖുർആൻ ഉണ്ടല്ലോ, പുതിയ കളർ കോഡ് കൂടെ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ, പെർമിഷൻ ഇല്ലാണ്ടുണ്ടോ? അത് വിഷ്വലുകാർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം കളർ കോഡ് ഖുർആനിൽ ഇപ്പോൾ ഇഖ്ഫാൻ്റെ സ്ഥലത്തിനൊക്കെ ഒരു കളറായിരിക്കും. അപ്പോൾ ഈ കുട്ടിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇപ്പോൾ ചില കളറ് റെഡിൽ കൊടുത്തിട്ട് റെഡ് ഈ കളർ സൈക്കോളജി ഉണ്ട്, ഭയങ്കര രസമാണ്. റെഡിൻ്റെ പ്രത്യേകത എന്താ പറയുക, നിങ്ങൾക്ക് റെഡ് കോഷൻ സൈനാണ്. നിങ്ങൾ എവിടെ പോയാലും റെഡ് എവിടെയെങ്കിലും പെട്ടെന്ന് കണ്ണുങ്ങൾ അങ്ങോട്ടേക്ക് ക്യാച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രാഫിക്കിൽ വണ്ടി ബ്രേക്ക് ഇടാൻ വേണ്ടി എന്ത് കൊടുക്കുന്നത്, റെഡ് കൊടുക്കുന്നത്. ഈ ലൈറ്റ് ബ്ലൂ, ഒരു നേവി ബ്ലൂ ഒക്കെ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ കമ്പനി ബിസിനസ് ഒക്കെ നിങ്ങൾ നോക്കിക്കോ, അതിൻ്റെ ലോഗോസിലൊക്കെ ഒരു ബ്ലൂ എലമെൻ്റ് ഉണ്ടാവും. കാരണം അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ കളർ കോഡ് ഖുർആനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. കളർ ഉണ്ടാവും ഓരോ ലെറ്റേഴ്സിന് അല്ലെങ്കിൽ ഓരോ നിയമത്തിനൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഭാഗം നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ഇതിലെ ടീച്ചേഴ്സിന് ആ ഉദാഹരണം കൊടുത്തു, നിങ്ങൾക്ക് ഒരു ഭാഗം ഓർമ്മ കിട്ടുന്നില്ല. നമുക്കൊരു ഉദാഹരണം എടുക്കാം. മുദബദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉല. ഈ ഭാഗം പഠിച്ച ആളുകളുണ്ടോ? ഇല്ല, വൽ മുഹ്സനാത്ത് ജുസിലെ ലാസ്റ്റ് പോർഷൻ അല്ലേ. ഈ ഭാഗം എത്ര പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇയാൾ വിഷ്വലുകാരനാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇതെങ്ങനെ ഇയാളെ ഓർമ്മയിൽ നിർത്താം? മുദബദബീന ബൈന ദാലിക് ലാ ഇലാഹ, കുറേ വട്ടം ഓതി വയ്ക്കും ഉസ്താദ്, എന്നിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല. എങ്ങനെ പഠിക്കാം ഈ ഭാഗം? ആരാ പറയാ? വിഷ്വലുകാരനാണ് നമ്മളെ കുട്ടി, വിഷ്വലുകാരനാണ്. എന്ത് ചെയ്യും? വിഷ്വലുകാരനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് കാണണം ആണല്ലേ. അപ്പോൾ അയാൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു വേ മാത്രം ഞാൻ പറയുന്നത്, ഒരു ചാർട്ടിന്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ വലിയ അക്ഷരത്തിൽ മുദബദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉല എന്ന് എഴുതുക. എഴുതിയിട്ട് നിങ്ങളുടെ റൂമിലോ നിങ്ങളുടെ ബെഡ് സ്പേസിലോ എവിടെയാണ് നിങ്ങൾ സ്ഥിരം കാണുന്ന സ്ഥലം, ഖുർആൻ അതബില്ലാതെ അതബോടുകൂടി സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുക. നിങ്ങൾ ആ ഭാഗം നിങ്ങൾ ഒരാഴ്ച ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും?
നിങ്ങളിത് പഠിച്ചോളും അല്ലേ? ഏതുപോലെ ലൈൻ ശക്കർത്തും ലസീദന്നൊക്കെ എല്ലാവരും പഠിച്ചു പോയി. കണ്ടില്ലേ? കാറിൻ്റെ ഒക്കെ വേക്കലതാ കാണുന്നില്ലേ? പഠിച്ചില്ല? നിങ്ങൾ കണ്ടോ? എന്താ കാര്യം? വിഷ്വലാർക്ക് അത് പെട്ടെന്ന് കണക്റ്റ് ആവും, കാരണം അതിങ്ങനെ കാണുകയാണ് അവർ. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ പഠനം ഏത് രീതിയിലാണ്, ലേണിംഗ് സ്കില്ല് ഏതാണ്, എൻ്റെ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മളത് ചെയ്യണം. യൂസ് ദ സെയിം മുസ്ഹഫ്, ഒരേ മുസ്ഹഫ് നിങ്ങൾ ഉപയോഗിക്കണം. ഞാൻ എന്നോട് ഉപയോഗിക്കില്ല, അല്ല വേറെ മാറ്റി ഉപയോഗിക്കാറുണ്ടോ? ഒരേ മുസ്ഹഫ് ഉപയോഗിച്ചാലുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓതുമ്പോൾ ഈ വിഷ്വലാർ ഓതുന്ന നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അവർ ഓതുമ്പോൾ ഇങ്ങനെ ഓതാൻ അറിയാം, ഇങ്ങനെ അവർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഒരു പേജ് പറഞ്ഞില്ലേ, ഒമയ്യ ലാ മുദബദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലൈ വലാ ഇലാഹ ഉലൈ, ആ ജുസ് പഠിച്ച ആളാരാണുള്ളത്? ആ ഭാഗം പഠിച്ച ആള് ആ പേജ് ഈ സൈഡാണോ ഈ സൈഡാണോ അങ്ങനെ വരുന്നത്? നിങ്ങൾ ഈ ഖുർആനിൽ എടാ ഇതാണ് വിഷൻ. ഒന്ന് ആങ്ങി കണ്ടവനെ എന്താ പറഞ്ഞത്? ഈ സൈഡ്. ഇതെവിടെ? ഈ പിക്ചർ അവൻ്റെ മൈൻഡിലാണ് ഉള്ളത്. എന്നും കൂടി ചോദിക്കുക, അത് എത്രാമത്തെ ലൈനിലാണ് ഉള്ളത്? ടോപ്പിലാണോ ബോട്ടമിലാണോ ഇൻ ബിറ്റ്വീൻ ആണോ? വെരി ഗുഡ്, ഈസ് വിഷ്വൽ. ഇത് കണക്ട് ചെയ്യാൻ പറ്റിയതോ വിഷ്വലായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിഷ്വലുകാരനാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ്, ആ പേജിൽ ബ്ലൂ പ്രിന്റ് എൻ്റെ മൈൻഡിലുണ്ട്. അങ്ങനെ ഓതുമ്പോൾ എനിക്ക് ആ പേജ് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റത്തെ ലേണിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓഡിറ്ററി ലേണിംഗ് ആണ്. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൾക്ക് എന്താ വേണ്ടത്? കേൾക്കണം. കേട്ടാൽ പെട്ടെന്ന് പഠിക്കും. ഒരാളെ ഓതിക്കൊടുത്താൽ പെട്ടെന്ന് പഠിക്കും. ഒരു ഖിറാഅത്ത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലേണേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? ലിസൺ റിപ്പീറ്റഡ്ലി ടു ദ സെയിം ഖാരി. നിങ്ങൾ പുതിയ പാഠം പഠിക്കുന്നതിന് മുമ്പ് സ്ഥിരമായി ഒരു ഖാരിൻ്റെ ഖിറാഅത്ത് കേൾക്കുക. നിങ്ങൾ ഖിറാഅത്ത് കേൾക്കാറില്ലേ? കേൾക്കാറുണ്ടോ? ആരെ ഖിറാഅത്ത് നമ്മൾ കേൾക്കാറുള്ളത്? കേൾക്കലില്ലേ? ആരെ? ഇഷാനി റാഷിദ് അൽ അഫാസി. മാഷാ അല്ലാഹ്, നല്ലതാണ്. ബിഗിന്നറെ സംബന്ധിച്ചിടത്തോളം നല്ലത് നിങ്ങൾക്ക് ആരെ ഫോളോ ചെയ്ത്. ഇഷാനി നല്ല ഖിറാഅത്താണ്, അത് കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉഷാറാക്കാം. ബേസിക്കലി ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു സുദൈസ്, ഷുറൈം, മാഹിർ അവിടെയൊക്കെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇഷാനിലേക്ക് പോകാനായിരിക്കും നല്ലത്. അപ്പോൾ ഒരാളെ ഖിറാഅത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കേൾക്കുക. പുതിയ പാഠം പഠിക്കുന്നതിന് മുമ്പ് ഓഡിറ്ററിക്കാരനാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ ഓഡിറ്ററിക്കാരെ ഇപ്പോൾ പിടിച്ചട്ടെ. അപ്പോൾ ഞാൻ ഈ ആയത്ത് പറയും, ഒരായത്ത് പറയും. നിങ്ങളെല്ലാവരും കണ്ണടക്കണേ. ഞാനൊരു ആയത്ത് ഓതും, അത് കഴിഞ്ഞ് ഞാനൊരു ചോദ്യം ചോദിക്കും. അപ്പം നിങ്ങളതിന് ജെന്യുവിനായ റെസ്പോൺസ് നിങ്ങൾ നൽകണം. നിങ്ങളെല്ലാവരും പഠിച്ചൊരു ജുസ് പറ. തബാർക്ക് എല്ലാവരും പഠിച്ചതല്ലേ? അമ്മ എല്ലാവരും പഠിച്ചതാ? ഓക്കെ, എല്ലാവരും ക്ലോസ് യുവർ ഐസ്. കണ്ണുകൊണ്ടിക്കോ, പേടിക്കൊന്നും വേണ്ട. إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا. കണ്ണോർക്ക് കേട്ടോ? രസമുണ്ടോ? ഇത് ഓതിയപ്പോൾ ഇതിൻ്റെ ഫോട്ടോ മനസ്സിൽ വന്ന ആളുകൾ എന്തൊക്കെയോ? ഓക്കെ, ഇത് ഓതിയ സമയത്ത് ഇതൊരു ഓഡിയോ ട്രാക്ക് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ സൗണ്ട് കേൾക്കുന്നത് പോലെയോ സൗണ്ട് മാത്രമാട്ടോ കേട്ട ആളുകൾ കൈവന്തിക്കൂ? അപ്പൊ ഓഡിറ്ററിക്കാർക്കാണ് എന്ത് കിട്ടുക? ഈ പറഞ്ഞ പോലെ വോയിസ് ആയിട്ട് കിട്ടുക. വിഷ്വലുകാർക്കാണ് എന്ത് ചെയ്യുക? ചിത്രം പോലെ അല്ലെ? ഒന്നുകിൽ ഖുർആന്റെ ചിത്രം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പേജിന്റെ ചിത്രം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ആയത്തിന്റെ ചിത്രം വന്നിട്ടുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലേണിംഗ്, ഓഡിറ്ററി ലേണിംഗ്. നിങ്ങൾ സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാല് ചില ടീച്ചർമാരുണ്ട് മക്കളെ, ചില മാഷുമാരുടെ ടീച്ചർമാരുണ്ട്, അവരിങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെ A + B² A² + B² + 2AB എന്നൊക്കെ പറയും. കോഡഡിക്കേഷൻ അങ്ങനെയാണ്, ചക്ക മാങ്ങാത്ത ഞങ്ങൾക്ക് പറയും അല്ലേ? ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ മാഷ് ചോക്ക് എടുത്തിട്ട് ബോർഡ് മേലെ പെട്ടെന്ന് ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാവും, പെട്ടെന്ന് മനസ്സിലാവും. ഫീൽ ചെയ്യില്ല അങ്ങനെ അല്ലേ? എൻ്റെ മാഷുമാർ പറയും എനിക്ക് എത്ര പറ്റി മനസ്സിലാവുന്നില്ലേ?
എവിടെ മനസ്സിലാകാൻ? ഇവൻ വിഷ്വലുകാരനാ. ഞാൻ മുമ്പിലിരിക്കുന്ന വിഷ്വലുകാരനായ കുട്ടിയോട് പറഞ്ഞു, എനിക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? വിഷ്വലുകാരന് പറഞ്ഞാലല്ല മനസ്സിലാകുക, പിന്നെ കാണണം. അപ്പോൾ ഡയഗ്രാം കണ്ടാൽ കുട്ടിക്ക് മനസ്സിലായി. എന്നപോലെ ഞാൻ ഓഡിറ്ററിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ നോക്കണം കേട്ടോ. നോക്കാണ്ട് പഠിച്ചാൽ ശരിയാവില്ല. നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലേക്കായിരിക്കണം? യു ഹാവ് ടു ഹിയർ. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലേണിംഗ്. മൂന്നാമത്തെ ടാക്ടൈൽ ലേണിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബോഡി മൂവ്മെൻറ്റ്സ് അവിടെ ആവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല കുട്ടികളും പാഠം പഠിക്കും ഇങ്ങനെ ആടുന്ന കാണാം, കാറ്റാടി യന്ത്രത്തിനെ പോലെ. ചില ആൾ ഇങ്ങനെ ആയിരിക്കും, ചില ആൾ ഇങ്ങനെ ആയിരിക്കും, ചില ആൾ ഇങ്ങനെ കാണുന്നതാണ് കാണിക്കുമ്പോൾ. ആ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇത് എന്നാ പരിപാടി ചെയ്ത്, ഇത് ഖുർആനാണ് പഠിക്കുന്നത്. ചില ആളെ വിമർശിക്കാറുണ്ട് കേട്ടോ. ഇതെന്താണ്, ഇതങ്ങനെ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, സഹാബകൾ എഴുതിയിട്ടുണ്ടോ? ഭായ് ഇത് സൈക്കോളജിയാണ് ഇത്. അതിൽ ചില ആളുകൾക്ക് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ബോഡി മൂവ്മെൻറ്റ് അവർക്ക് കിട്ടണം. ടാക്ടൈൽ കൂടുതലുള്ള ആളുകൾക്കാണ് ബോഡി മൂവ്മെൻറ്റിന് ആവശ്യം. അവർ മൂവ് ചെയ്തിട്ടേ പഠിക്കും. ചില കുട്ടികൾ നിങ്ങൾ പെൺകുട്ടികളൊക്കെ പലപ്പോഴും അങ്ങനെ കാണാറുണ്ട്. ബൈഹാർട്ട് ടൈം എങ്ങനെ വേണമെന്ന് അറിയോ? ടെക്സ്റ്റ് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. 1940 സ്വാതന്ത്ര്യം കിട്ടും പ്രധാനമന്ത്രി ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. അപ്പം എന്താ കാര്യം? ആൾക്ക് എന്ത് കിട്ടണം? ബോഡി മൂവ്മെൻറ്റ് വേണം. നടക്കും. അപ്പം അതൊരു അല്ല, വേറൊരു കാര്യമുണ്ടോ? നടന്ന് ക്ലാസ്സിന്റെ പുറത്തേക്ക് പോയത്. പണ്ടൊരാൾ തടി കുറക്കാൻ വേണ്ടി ഡോക്ടർ ഭയങ്കര തടി അയാൾക്ക് അല്ലേ? അപ്പോൾ ഭയങ്കര ടെൻഷനായി. ഡോക്ടറിന് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, ഒരു 2 കിലോമീറ്റർ നടക്കാം, ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഡെയിലി 2 കിലോമീറ്റർ നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് ഡോക്ടർ ഇയാൾ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പം എങ്ങനെ ഉണ്ട്? ഇവിടെയാണ് ഡോക്ടറെ, ഞാനിപ്പോൾ നടന്ന് എവിടെയോ എത്തി. അപ്പം എന്താ മൂപ്പര് ചെയ്തത്? മൂപ്പരങ്ങ് നേരെ നടന്നു പോകാന്നർത്ഥം. ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളെ ആ പ്ലേസിൽ 2 കിലോമീറ്റർ കൊണ്ട് ഇത് മൂപ്പരങ്ങ് നേരെ നടന്നു. ഇങ്ങനെ ടാക്ടൈൽ എന്നിട്ട് നടന്നു ഉസ്താദ് ക്ലാസ്സിൽ പറയും ടാക്ടൈൽ ബോഡി മൂവ്മെന്റ് ഉണ്ട്, നമ്മൾ നടന്ന് വീട്ടിലേക്ക് എത്തരുത്. അപ്പം നിങ്ങൾ ടാക്ടൈൽ ആവശ്യമുള്ള ആളാണെങ്കിൽ നിങ്ങളത് ചെയ്യണം. മറ്റൊരു കാര്യം, ഈ ടാക്ടൈൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ടച്ചിന് വലിയ പ്രാധാന്യമുണ്ട്. അവർക്ക് സ്കിന്നാണല്ലോ ടാക്ടൈൽ വരുന്നത്, നമ്മുടെ തൊലി എന്ന് പറയുന്നത്. നിങ്ങൾ ഖുർആൻ ടച്ച് ചെയ്യണം. ചിലർക്ക് ഖുർആൻ തൊട്ടതിനെ ഭയങ്കരമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതെല്ലാവർക്കും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ എന്തായാലും ഒതുകൊടുത്ത് നമ്മൾ പഠിക്കാം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ എനിക്ക് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ വിരൽ വെച്ചിട്ടേ ഓതും. നമ്മൾ ചില ഉസ്താദന്മാരൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ ഉസ്താദായി, എന്നാൽ ഇപ്പോഴും കിതാബ് വായിക്കുമ്പോൾ ബുക്ക് വായിക്കുമ്പോൾ എങ്ങനെ ബുക്ക് വായിക്കാം? ഇതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഒന്ന്, ഈ ഫിംഗർ ടിപ്പ് ഒരു ലെറ്ററിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം കണ്ണ് ഫോക്കസ് ചെയ്താൽ മതി. 2 ഈ ടച്ച്, ഈ ടാക്ടൈൽ അവിടെ നമ്മൾ സ്പർശനം നടക്കുമ്പോൾ നമ്മളെ പഠനത്തിന് അത് കൂടുതൽ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. സോ നമ്മുടെ ടൈപ്പ് ഓഫ് ലേണിംഗ് എന്തൊക്കെയാണ്? 1 വിഷ്വലാണ്, 2 ഓഡിറ്ററി ആണ്, 3 ടാക്ടൈലാണ്. 4 ക്ലാസ് പോകുന്നുണ്ട്, ബോഡി മൂവ്മെൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് ഏതിലാ പെടുക? അപ്പോൾ നിങ്ങളെപ്പറ്റി മനസ്സിലായോ? നിങ്ങൾ ഏത് വിഭാഗക്കാരനാണെന്ന് മനസ്സിലായോ? ആർക്കാ മനസ്സിലായത്? നിങ്ങളേതാ വിഭാഗം? മോളേതാ? വിഷ്വലാ? വെരി ഗുഡ്. ഓഡിറ്ററിക്കാരൊക്കെ ഉണ്ട് ഇതിൽ? നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി. ടാക്ടൈൽ ഗുഡ്. പക്ഷെ ഇതിൽ കാര്യം എന്താണെന്നറിയോ? ഇപ്പം ഞാൻ വിഷ്വലുകാരനാണ്, ഞാൻ ഓഡിറ്ററിക്കാരനാണ്, ശരി തന്നെ. പക്ഷെ അതിലങ്ങ് ഒതുങ്ങിപ്പോരുത്. കമ്പൈൻ ഓൾ 3. ഇത് 3 നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ വിഷ്വലുകാരനാണ്, അതുകൊണ്ട് ഞാൻ ഖുർആൻ കേൾക്കുകയേ ചെയ്യൂല, ഞാൻ ഖുർആൻ തൊടുകയും ചെയ്യൂല, അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾ വിഷ്വലുകാരനാണ്, എന്നാലും നിങ്ങൾ കേൾക്കണം, എന്നാലും നിങ്ങൾ ഖുർആൻ തൊടണം. നിങ്ങൾ ഓഡിറ്ററിക്കാരനാണ്, എന്നാലും നിങ്ങൾ ഖുർആൻ നന്നായി നോക്കണം, നിങ്ങൾ ബോഡി മൂവ്മെൻറ്റ് നടത്തുകയും ചെയ്യണം. അപ്പോൾ കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇനിയാണ് നമ്മുടെ മേജർ പോർഷൻ. നമ്മുടെ സമയം ഏകദേശം കഴിയാനായപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഈ സെഷൻ്റെ മർമ്മം എന്ന് പറയുന്ന ഈ സാധനമാണ്. ഇതൊക്കെ അറിയാം. ഇനി എങ്ങനെ പഠിക്കും? അതിൻ്റെ പേരാണ് ചെയിൻ സിസ്റ്റം. എന്താണ്?
ബൈഹാർട്ട് ചെയ്യണം. ബൈഹാർട്ട് ചെയ്യണ്ടേ? ബൈഹാർട്ട് ചെയ്യണ്ടേ? എങ്ങനെ ബൈഹാർട്ട് ചെയ്യും? മോൻ എങ്ങനെ ബൈഹാർട്ട് ചെയ്യല്? ഇത് പെട്ടെന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറഞ്ഞു. മോൻ എങ്ങനെ ഒരു പേജ് എങ്ങനെ ബൈഹാർട്ട് ചെയ്യാം? പേര് അഖ്തർ, ഷുഹൈബ് അഖ്തർ. ഓതിട്ട് ബൈഹാർട്ട് ചെയ്യും. എങ്ങനെ ഓതിട്ട് എങ്ങനെ ബൈഹാർട്ട് ചെയ്യും? മനസ്സിലാക്കില്ലേ? എനി അതർ ഓപ്ഷൻസ്? ആ പറയാം. ആദ്യം ഒരു ആയത്ത് ഓതിയിട്ട് അടുത്ത ആയത്ത് ഓതുന്നേരം മറ്റേ ആയത്ത് താഴത്തെ ആയത്തും കൂടി ഒരുമിച്ച് ഓതിയിട്ട് വരും. മാഷാ അല്ലാഹ്, വെരി ഗുഡ്. എന്താ മോൻ്റെ പേര്? ഹാമി. ഒരു മാഷാ അല്ലാഹ് പറഞ്ഞിട്ട് എല്ലാവരും. ഹാമി ചെറിയൊരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ് വലിയൊരു പോയിന്റാണത്. ചെയിൻ സിസ്റ്റം. ചെയിൻ അറിയില്ല നിങ്ങൾക്ക്? ചെയിൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ആ പിക്ചറിലുണ്ട് ചെയിൻ. എന്താണ് ചെയിൻ എന്ന് പറഞ്ഞാൽ? ചങ്ങലയുടെ പ്രത്യേകത എന്താ? ചെറിയ ചെറിയ പോർഷൻസ് തമ്മിൽ എന്തായിട്ടുണ്ടാവും? കണക്റ്റഡ് ആയിരിക്കും. ഒന്നിന് അടുത്തതിലേക്ക്, അടുത്തേന്ന് മറ്റേതിലേക്ക്, അടുത്തേന്ന് മറ്റേതിലേക്ക്, ഇങ്ങനെയാണ് പോവുക. ഇതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഖുർആൻ പഠിക്കേണ്ടത്. ഞാൻ ഇതിന് തിയറിറ്റിക്കൽ കൂടുതൽ പറയുന്നില്ല. നമുക്കൊരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഇപ്പം നമുക്ക് വെക്കാം. ഇപ്പം തന്നെ ഒരു ഭാഗം പഠിച്ചണേ നമുക്ക്. റെഡിയല്ലേ? ഇത് ഏത് ജുസാണ്? എത്രാമത്തെ പേജ്? വെരി ഗുഡ്. 5ാമത്തെ പേജ്. മേലെയാണോ താഴെയാണോ? പേജിൻ്റെ ഇപ്പുറത്തെ സൈഡാണോ ഇപ്പുറത്തെ സൈഡാണോ? വെരി ഗുഡ്. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ആയത്ത് പഠിക്കണമെന്ന് വിചാരിക്കുക. ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ചെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്തിന് നിങ്ങൾ സ്മോളർ പോർഷനായി ആദ്യം മാറ്റുക എന്നുള്ളതാണ്. ലൈസ ഈ ആയത്ത് വലിയൊരു ആയത്തല്ലേ അല്ലേ? നിങ്ങൾ ഇതിനെ സ്മോളർ പോർഷൻ ആക്കുക. ഉദാഹരണം, ലൈസ അലൈക ഹുദാഹും ചെയിൻ നമ്പർ 1, വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ ചെയിൻ നമ്പർ 2, വമാ തുൻഫിഖു മിൻ ഖൈരിൻ ചെയിൻ നമ്പർ 3, മിൻ ഖൈരിൻ ഫലി അൻഫുസികും ചെയിൻ നമ്പർ, വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ ചെയിൻ നമ്പർ, ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ലാ. ഇതിങ്ങനെ മൈൻഡിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ കൊറോണ സമയത്തൊക്കെ കേട്ടില്ല, ബ്രേക്ക് ദ ചെയിൻ. ഇവിടെ നമ്മൾ വി ആർ ക്രിയേറ്റിംഗ് ചെയിൻ. നമ്മൾ ചെയിൻ ഉണ്ടാക്കിയേ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ചെയിൻ പഠിക്കുക. എങ്ങനെ? ലൈസ അലൈക ഹുദാഹും. ഒന്നെല്ലാവരും ഓതിയട്ടെ. ഒരു 5 പ്രാവശ്യം ഒതിക്കോ. 5 പ്രാവശ്യം ഒതിക്കോ. അല്ല, ഇതൊന്നും ഓതണ്ട. ഇത് ഈ പാട്ടൊന്നും ഓതണ്ട. ചെയിൻ നമ്പർ 1 മാത്രം. ആ ഓക്കെ. അപ്പോൾ ചെയിൻ നമ്പർ 1 പഠിച്ചല്ലോ. ഇനി ചെയിൻ നമ്പർ 2 പഠിക്കാം. വലാകിന്നല്ലാഹ യഹ്ദി. ശരി. ഇനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കണക്ട് ചെയിൻ 1 and 2. ليس عليك هداهم ولكن الله يهدي. ليس عليك هداهم ولكن الله يهدي. ليس عليك هداهم ولكن الله يهدي. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഓരോ ചെയിൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വൺസ് നിങ്ങളൊരു ആയത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആയത്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊരു 3, 4, 5 വട്ടം നിങ്ങൾ ഓതുക. ക്ലിയർ അല്ലേ? അവർ ഉസ്താദ് ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിക്കുന്നത്? എന്താ വ്യത്യാസമുണ്ട്. എന്താ കാര്യം എന്നറിയോ? നിങ്ങൾ അടുത്ത ആയത്ത് പഠിക്കുകയാണ് അല്ലേ? വമാ തുൻഫിഖൂ മിൻ ഖൈരി യുവഫ്ഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ. ഈ വഅൻതും ലാ തുദ്ലമൂൻ ആയിരിക്കും മിക്കവാറും ലാസ്റ്റത്തെ ചെയിൻ ഈ ആയത്തിന് വരുന്നത്. ഇനി അടുത്ത ആയത്ത് പഠിക്കണം. ലിൽ ഫുഖറാഇല്ലദീന ഉഹ്സിറൂ. സത്യത്തിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിൽ ഫുഖറ ഇല്ലദീന ഉഹ്സിറൂ എന്ന പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മുതൽ ഓതാൻ തുടങ്ങും. ശരിയല്ലേ? ശരിക്കും നമുക്കറിയാം ഒരു ചെയിൻ്റെ കണ്ണിയെ കണക്ട് ചെയ്യേണ്ടത് തൊട്ടടുത്ത ചെയിനുമായിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ എവിടെ മുതൽ ഓതരുത്?
ലൈസാലേക്ക് മുതൽ ഓതരുത്. നിങ്ങൾ എവിടെ നിന്ന് ഓതണം? وأنتم لا تظلمون للفقراء الذين أحصروا وأنتم لا تظلمون للفقراء الذين أحصروا وأنتم لا تظلمون للفقراء الذين أحصروا. കാരണം എന്താ കാര്യം അറിയോ? നിങ്ങൾ ലിൽ ഫുഖറാഇല്ലദീന ഉഹ്സിറു പഠിച്ചിട്ട് അത് ഷോർട്ട് ടൈം മെമ്മറിയിൽ എത്തിയിട്ടേ ഉള്ളൂ. സെക്കൻഡുകൾ മിനിറ്റുകൾ കഴിയുന്നതിനനുസരിച്ചിട്ട് ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നും ഓതിയിട്ട് ഇവിടത്തേക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു 4 സെക്കൻഡെങ്കിലും എടുക്കും. 4 സെക്കൻഡെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് ലിൽ ഫുഖറാ ഇല്ലദീനന്റെ ബാക്കി പോർഷൻ മിസ്സാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്താണെന്ന് അറിയാം, ഇവിടെ ഇങ്ങനെ ഓതി വരും ലിൽ ഫുഖറാ ഇല്ലദീന, ബാക്കി കിട്ടൂല. അപ്പം എല്ലാം നമ്മൾ ഖുർആനിൽ നോക്കും ആ സമയത്ത്. ശരിയല്ലേ? ആ ഉസ്താൻ ഇത് കറക്റ്റ് മനസ്സിലായാലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? തൊട്ടടുത്ത ചെയിനുമായി നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ പഠിച്ച് ഒരു പേജിന്റെ ഹാഫ് പഠിച്ചു. ഇത് കഴിഞ്ഞ് പേജിന്റെ ഹാഫ് പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നമ്മൾ പഠിക്കൂലേ? അപ്പൊ ആയത്തിന്റെ തുടക്ക ഭാഗം നമ്മൾ പഠിച്ചു. എന്നിട്ട് ഈ ഭാഗത്ത് നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യാം? പിന്നെ ഈ പേജിന്റെ ഹാഫ് പോർഷൻ ആണെന്ന് വിചാരിക്കുക. വഅൻതും ലാ തുദ്ലമൂൻ പേജിന്റെ ഹാഫ് പോർഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് സെക്കൻഡ് ഹാഫ് ആണ് എങ്കിൽ നിങ്ങൾ എവിടെ മുതലാണ് ഓതുക? ക്ലാസ് ഉണ്ടോ? സെക്കൻഡ് ക്ലാസ് ഉണ്ടോ? ആ ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് പഠിക്കാം. ലിൽ ഫുഖറാഇല്ലദീന ഉഹ്സിറു പേജിന്റെ നടുഭാഗത്താണുള്ളത് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ആരുമായി നിങ്ങൾ കണക്ട് ചെയ്യും? ലിൽ ഫുഖറാഇല്ലദീന ഉഹ്സിറൂന വമാ അൻഫഖതും മിൻ നഫഖത്തിൻ. അവിടെ നിങ്ങൾ തുടങ്ങുമോ? അല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗമായിട്ട് നിങ്ങൾ തുടങ്ങുമോ? തൊട്ട് മുമ്പുള്ളതായിട്ട് തുടങ്ങണം. എന്നിട്ട് ആ പേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ പേജ് ഫുൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ ഓതണം. അല്ലാതെ ഈ കഷ്ണം പഠിച്ചു, ഇത് കഷ്ണം പഠിച്ചത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് തലം മുതലേ ഓതാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളെ മെമ്മറി ഫെയ്ഡ് ആവും. അപ്പോൾ നമുക്ക് കണക്ഷൻ കിട്ടൂല. പിന്നെ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഒരു പേജ് തീർന്നിട്ട് അപ്പുറത്തെ പേജിന് തുടക്കം നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. കൺഫ്യൂസ്ഡ് ആവാറില്ലേ? അല്ലേ? ഒരു പേജ് തീർന്നു, അടുത്ത പേജിന് തുടക്കം നമുക്ക് മനസ്സിലാകാറില്ല. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഹിഫ്ള് പഠിക്കുന്ന സ്റ്റാർട്ടിങ് ടൈമിൽ അലിഫ് ലാം മീം ഒക്കെ എത്തിയപ്പോൾ ഓരോ പേജിൻ്റെ തുടക്കത്തിലുള്ള ആയത്തിൻ്റെ കഷ്ണം മാത്രം ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. കാരണം ഒരു പേജ് തീർന്നിട്ട് അടുത്ത ആഴ്ച തല കിട്ടുന്നില്ല. ഇത് നമ്മൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ എങ്ങനെ പരിഹരിക്കാം? ചെയിൻ സിസ്റ്റം. ഇവിടെ ആയത്ത് തീർന്നു എന്ന് വിചാരിക്കുക. ഇത് പേജ് തീർന്നു. ഈ പേജിന്റെ ലാസ്റ്റത്തെ ആയത്തേതാ? പേജ് ലാസ്റ്റ് നോക്കുന്നത് കമാ തുൻഫിഖൂ മിൻ ഖൈരി ഫഇന്നല്ലാഹ ബിഹി അലീം. للفقراء الذين احصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف لا يسأل الناس إلحافا وما تنفقوا من خير فإن الله به عليم الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ഇത് ഇവിടെയാണ് ആ പേജ് എന്താകുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത പേജ് കൂടി പഠിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാം. മിക്കവാറും പിറ്റേന്ന് പുതിയ ആളെ കൊടുക്കാൻ വേണ്ടി മുമ്പ് ഇപ്പുറത്തെ പേജ് നമുക്ക് കിട്ടൂല. അല്ലെങ്കിൽ ഈ പേജിൻ്റെ തല മാത്രം ആദ്യം നോക്കിക്കൊണ്ടിരും. അതൊക്കെ ഭയങ്കര സങ്കടവും ടെൻഷനും കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അടുത്ത പേജിൽ തുടക്കം എന്താ? അല്ലദീന യഅകുലൂന റിബാ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين يأكلون الربا لا خوف عليهم ولا هم يحزنون الذين يأكلون الربا لا خوف عليهم ولا هم يحزنون الذين يأكلون الربا. ഈ സെയിം പ്രൊസീജിയർ പോട്ടെ. ഈ ചെയിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക? ഹാഫിളിങ്ങളായ ആളുകൾക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതാ നമ്മളൊക്കെ എല്ലാവരും കബൂലാക്കട്ടെ. അതായത് ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ ഓതുമ്പോഴേ അടുത്ത ഭാഗം നമ്മളെ മൈൻഡിൽ ഇങ്ങനെ വരും. നമ്മൾ സെർച്ച് ബട്ടണൊക്കെ കൊടുത്ത് ഇങ്ങനെ ടപ്പ് 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 ഡാറ്റ ഇങ്ങനെ വരുന്നതാണല്ലോ നിങ്ങൾ സ്ക്രീനിൽ. ഇതുപോലെ ഇപ്പോൾ അല്ലദീന യഅകുലൂന റിബ എന്ന് ഓതുമ്പോൾ തന്നെ മൈൻഡിൽ ബാക്കിൽ എന്ത് വരും? ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. ഇതെങ്ങനെ കിട്ടണോ? ചെയിൻ സിസ്റ്റത്തിൽ മാത്രമേ കിട്ടാവൂ. അതിനെന്നാണ് ചെയിൻ സിസ്റ്റം പഠിപ്പിക്കുന്നതും. നിങ്ങൾ വോക്കലി അത് പറയുന്നതിന് മുമ്പ് തന്നെ ആ പേജ് എവിടെ സെറ്റാവും? മൈൻഡിൽ സെറ്റാവും.
അപ്പോൾ ഒരു പേജ് തീർന്നാൽ അടുത്ത പേജിലേക്ക് പോകുമ്പോഴും ലാസ്റ്റത്തെ 2 ചെയിനുകൾ തമ്മിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇനി നിങ്ങൾ 1.5 പേജ് പഠിച്ചു, ആദ്യം മുതലേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഭാഗം ഒരു 3, 4, 5 വട്ടമൊക്കെ നിങ്ങൾ ഓതണം. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഇതാണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. പിന്നെ നമുക്കറിയാം മെമ്മറി കൂട്ടാൻ വേണ്ടി അതിന് പ്രത്യേകമായ ബ്രഹ്മി വെച്ചൊന്നുമില്ല. പണ്ട് അങ്ങനെ കുറേ പറ്റിച്ചിരുന്നു നമ്മളെ അല്ലേ, ഓർമ്മ കൂട്ടാം. എന്തെങ്കിലും സാധനത്തിന് ബ്രഹ്മി വെച്ചനല്ലേ? ആ ബ്രഹ്മി വെച്ച് വെച്ചാൽ ഇപ്പം ഉണ്ട് മെമ്മറീസ്. സന്തോഷ് ബ്രഹ്മി ഇപ്പം ഉണ്ടോ? ആ ടോണിക്കെല്ലാം അമ്മക്കാണ് അല്ലെ, മരുന്ന് പോകാൻ വേണ്ടി പോയപ്പോൾ ടോണിക്കാണ്. അല്ല ടോണിക്കല്ല എൻ്റെ അമ്മക്കാണ്. ഇപ്പോൾ ടോണിക്ക് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ആ ഇനി ഗുളികയൊക്കെ ഇറങ്ങും. നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടാം. വെറും 1999 രൂപ മാത്രം. എന്നാൽ പിന്നെ ഒരു 3 എണ്ണം വേണം എൻ്റെ മോക്ക്. മൂത്താക്ക് 3, അനിയനിക്ക് 2. ആ ജുസുവാട് തന്നെ റിപ്പീറ്റ്. ജുസുവാടത്തിൽ നമ്മുടെ പ്രശ്നം എന്താ പറയുക മക്കളെ? തെറ്റെടുത്തല്ലേ പിന്നെ തെറ്റൽ പുതിയ തെറ്റ് വരാറുണ്ടോ? ഇല്ലല്ലോ. നമ്മളിങ്ങനെ തെറ്റി വരും. ഇന്നല്ലാഹു ഗഫൂർ റഹീമാണോ അല്ലാഹു ഗഫൂർ റഹീമാണോ. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വണ്ടി മെല്ലെ സ്ലോ ആക്കും. ഇന്നല്ലാഹു ഉസ്താദിന്റെ മുഖിങ്ങനെ ഉസ്താദ് നാക്കിങ്ങനെ വല്ലാഹു ഗഫൂർ റഹീം അല്ലേ? ജുസുവാണ് ഈ പാച്ച് വർക്കാണിത്. ഇതിങ്ങനെ ക്ലിയർ ആക്കും നിങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് ഇന്നല്ലാഹു ഗഫൂർ റഹീം നിങ്ങൾ ഖുറാനിൽ തെറ്റെടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാറില്ലേ? അല്ലേ സാർ? മാർക്ക് ചെയ്യാറില്ലേ? പെൻസിൽ കൊണ്ടൊക്കെ മാർക്ക് ചെയ്യാറില്ലേ? അല്ലേ? അപ്പം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് പരിക്ക് പറ്റിയത്. അവിടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്? പരിക്ക് പറ്റിയത്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ജുസ് ഫുള്ള് നമ്മൾ ഓതും. ജുസ് പാഠത്തിന് പോകുന്നതിന് അങ്ങനെ ഓതാറില്ലേ? ഫുള്ള് ഓതും. അല്ലെങ്കിൽ മേജർ പോർഷനെങ്കിലും നമ്മൾ ഓതും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പരിക്ക് പറ്റിയ ഭാഗത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ഇന്നല്ലാഹു ഗഫൂർ റഹീം എന്ന് പറയുന്നത് ഒരു ആയത്തിൻ്റെ ലാസ്റ്റ് ആണല്ലോ, അതിൻ്റെ അവസാനത്തെ ചെയിനാണ്. നിങ്ങൾ അതിനെ തൊട്ടടുത്ത ചെയിനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യും. ഉദാഹരണം നേരത്തെ പറഞ്ഞതുപോലെ അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയതൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം. ബാക്കി കിട്ടിയില്ല. പുതിയ ആടം കൊടുത്തപ്പോൾ ഉസ്താദിന് 2 അടിയെല്ലാം കിട്ടി. അവിടെ വര വീണു. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന യഅ്കുലൂന റിബ. ജുസുവാണ് നിങ്ങൾ ക്ലിയർ ആക്കാൻ. ഞാൻ പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ പോർഷനില്ലേ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വരട്ട സ്ഥലമില്ലേ, അതിൻ്റെ തൊട്ടുമുള്ള ചെയിൻ എന്തായിരിക്കും? സിർറൻ വഅലാനിയതൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സിർറൻ വഅലാനിയതൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം. പാച്ച് വർക്ക് നടക്കട്ടെ. ഇത് കാല് പൊട്ടിയേക്ക് മരുന്ന് കിടക്കുന്ന തലയിൽ. കാല് പൊട്ടീന് ബാമ്പ് പറ്റുന്നത് എവിടെയാ? പണ്ടേ ഭയങ്കര തലവേദന, ഭയങ്കര തലവേദന എവിടെ പിടിച്ചിട്ട് ആ നമ്മൾ കറക്ഷനുള്ള ഭാഗം എവിടെയാണ്? ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പം അതിൻ്റെ അടുത്ത് അവിടുത്തെ ചെയിൻ വീക്കായിട്ടുണ്ട്, കൊറോണ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ദ ചെയിൻ ആയിട്ടുണ്ട്, ഡിസ്റ്റൻസ് സോഷ്യൽ ഡിസ്റ്റൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ചെയിനെ നമ്മൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ഇവിടുന്ന് 8 മണിക്ക് നിങ്ങൾ ഇവിടുന്ന് പോവാൻ, ഇവിടെ നിങ്ങളെ സ്കൂളിലേക്ക് എത്താൻ വേണ്ടി എത്ര സമയം എടുക്കും? എത്ര മിനിറ്റ് എടുക്കും? 10 മിനിറ്റോ? 5 മിനിറ്റ്. അപ്പോൾ പലരും പറയുന്ന പരാതിയായിരിക്കും, നമുക്ക് ആകെ കുറച്ച് സമയം ഖുർആൻ പഠിക്കാൻ സമയമുള്ളൂ, ഓതാൻ സമയമുള്ളൂ, പിന്നെ നമുക്ക് സമയമില്ല. നമ്മൾ ബസ്സിൽ പോവാണ്. കുറേ ഓതണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 2 പേജ് നമുക്ക് ഓതിക്കൂടെ? ഒരു 2 പേജ് മനസ്സിൽ. ലോഡ് നിസ്കരിക്കാറില്ലേ എല്ലാവരും? സുന്നത്ത് നിസ്കരിക്കാറില്ലേ? സുന്നത്ത് നിസ്കാരത്തിൽ ആരൊക്കെ ഓതാറുണ്ട്? ഫുള്ളൊന്നും ഓതണ്ട, ഒരു ഹാഫ് പേജെങ്കിലും. നമുക്ക് എപ്പം കൈ കിട്ടിയാൽ ആദ്യം വരുന്നത് കൊല്ലല്ലാതും പിന്നെ അകത്തേക്ക് കൗസറാം. അള്ളാഹ് കാത്ത് അങ്ങനെ 2 സൂറത്തുള്ളത്. ഇല്ലെങ്കിൽ എന്തോന്നും. അപ്പോൾ റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. ദർ ഈസ് നോ ഷോർട്ട് കട്ട്സ് ടു സക്സസ്. വിജയത്തിലേക്ക് എന്തില്ല? എലവേറ്റർ കയറിയിട്ട് പോകാൻ പറ്റത്തില്ല, സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ പോകണം. നിരന്തരമായി ഓതുക, ഓതുക വീണ്ടും ഓതുക, വീണ്ടും ഓതുക, വീണ്ടും ഓതുക. ഇതിന്റെ കാര്യം എന്താണെന്നറിയോ? നമുക്ക് ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആർക്കും ഫാത്തിഹ മറന്നു കിട്ടില്ലല്ലോ. എപ്പോൾ ചോദിച്ചാലും കിട്ടൂലേ? ഉറക്കത്തുനിന്ന് വിളിച്ചാലും കിട്ടൂലേ? നമ്മൾ ഇഫ് പഠിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നേ, നല്ല മോനാണ്, നല്ല മോനെ കബൂലാക്കട്ടെ. ചെറിയ കുട്ടിയായിരുന്നു. അന്നേരം ഒരു 12 വയസ്സെങ്ങാനുള്ളൂ. എനിക്കത് എൻ്റെക്കാൾ ഉള്ളതാ.
അപ്പോൾ ഇവനെ നമ്മൾ ഉറക്കത്തൊക്കെ ചിലപ്പോൾ വിളിക്കൂലേ ഉച്ചക്ക് ഉറങ്ങി എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉച്ചക്ക് ഇങ്ങനെ നെട്ടി വെച്ചപ്പോൾ നെട്ടി ഉടനെ നാസിമാവല്ലോ. അപ്പോൾ ഉറക്കത്ത് നെട്ടിവ് വരെ കുട്ടി എന്താ പോകുന്നത് ഖുർആനിലെ ആയത്താ. ഞാൻ പറയുന്നു ഈ ഷോർട്ട് ടേം മെമ്മറിയിലാണ് നമ്മൾ പഠിച്ചതിന് ആദ്യം പോയിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഫാത്തിഹ എങ്ങനെ നമുക്ക് മറക്കാത്തതായി എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോയി. സൈക്കോളജി പ്രകാരം, മെമ്മറി തിയറികൾ പ്രകാരം ഷോർട്ട് ടേം മെമ്മറിയിലുള്ള ഒരു സാധനം നിങ്ങൾ നിരന്തരമായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകില്ല. ഷോർട്ട് ടേം മെമ്മറി തന്നെ കുറച്ച് നേരം സമയം എന്നാൽ പിന്നെ പോയി കളസ്സലാമായിരിക്കും പോയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഫാത്തിഹ ഓർമ്മയിൽ നിൽക്കുന്നത് പോലെ ഖുർആൻ മുഴുവൻ ഓർമ്മയിൽ നിൽക്കണോ? അത് നമുക്കൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. നിരന്തരമായി ഉപയോഗിക്കുക. ഉപയോഗിച്ചാൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും. നാടന്മാരെ കണ്ടില്ല നിങ്ങൾ യാസീനി എൻ്റെ റബ്ബെ ഒറ്റ ശ്വാസത്തിൽ ഓതാ. തറാവിനൊക്കെ നിൽക്കുമ്പോൾ ഉസ്താദ്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി, നരേന്ദ്രമോദിക്ക് ഇത്രയും വലിയ വെല്ലുവിളി ഉണ്ടാവില്ല. എന്താ അറിയോ? ഇമാമത്ത് തറാവീഹിന് ഓതിയിട്ട് യാസീൻ എത്തുന്ന ദിവസമായിരിക്കും ഏറ്റവും വലിയ പേടി. എന്താ അറിയോ? ഇസ്താ ഇങ്ങനെ ഓതി 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 വയക്കൂലൂന മത്താഹാദലോ അത് എനിക്കൊന്ന് സ്വാദിക്കി സൈനിപ്പോൾ ശ്വാസം കിട്ടിയില്ല. അപ്പോൾ ശ്വാസം എടുക്കാൻ വേണ്ടി നിന്നായിരിക്കും. ബേക്കിൽ നിന്ന് എടുത്ത് ചോദിക്കളയും. എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ നാട്ടുകാർ പറയും, ഓ ഇതിപ്പോൾ യാസീൻ നമുക്ക് അറിയുന്നതുകൊണ്ടല്ലേ ഇത് ഇവിടെ ഉസ്താദിന് കിട്ടിയില്ല എന്ന് മനസ്സിലായത്. ബാക്കി ഏടൊക്കെ തെറ്റിയിട്ടുണ്ടോ ഉസ്താദിന്? അപ്പം നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയുള്ള സാധനത്തിനെ നിരന്തരമായി ഉപയോഗിക്കുക. തീർച്ചയായും അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. ലോങ് ടേം മെമ്മറിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്നൊന്നും മറക്കൂല ഇൻഷാ അല്ലാഹ്. കല്ലിൽ കൊത്തി വെച്ചാൽ അവിടെ നിൽക്കും. അതുകൊണ്ട് ഇതിന് പ്രത്യേക സമയം ഉണ്ടാക്കലല്ല, നമുക്ക് കിട്ടിയ ഇപ്പോൾ സ്കൂളിൽ പോയി ഇന്ന് കലോത്സവം ഫസ്റ്റ് പീരീഡ്, പിന്നെ എന്താണ് സജന ടീച്ചർ ഇല്ല, ഹാപ്പി അല്ലെ, എന്നാൽ പിന്നെ ഓടിക്കളിച്ചല്ല, പാട്ട് ഓടിക്കളയാ. നിങ്ങൾ നിങ്ങളതായ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയും, നിങ്ങളൊക്കെ പഠിച്ച കുട്ടികളായിരിക്കില്ലേ, എടാ നമുക്കൊന്ന് കുറച്ച് 2 വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ഓതിയാലോ. നമ്മൾ നമ്മുടെ പല ഗെയിംസ് നമ്മൾ സാധാരണ ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പം നമ്മൾ അന്താക്ഷരിക്ക് കളിക്കാറില്ലേ, അന്താക്ഷരി അറിയില്ലേ, ഒരു പാട്ട് പാടിയിട്ട് സാനെ കൊണ്ടൊരു പാട്ട് പാടി, പിന്നെ കാനെ കൊണ്ടൊരു പാട്ട് പാടി. ഇതുപോലെ നമ്മൾ ഖുർആൻ ഓതി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നൂനെ കൊണ്ട് ആയത്തോത് നൂനെ കൊണ്ട് അടുത്ത ആയത്തോത് നൂനെ കൊണ്ട് നൂനെ കൊണ്ട് ആയത്തോത് നാറുൻ ഹാമിയ. ഹാത്ത നമുക്ക് ഇവിടെ യാനെ കൊണ്ട് ആയത്തോത് യാസീൻ. സീനെ കൊണ്ട് ആയത്തോത് സീൻ 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 സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും. മീമിനെ കൊണ്ട് ആയത്ത് മീം മീം മാലികി യൗമിദ്ദീൻ. വീണ്ടും നൂൻ നൂന് പറഞ്ഞേ നൂൻ വൽക്കലമി പറഞ്ഞു. നാറുല്ലാഹിൽ മൂഖദ ദാൽ 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 അത് ദാലല്ലേ, ദാലിക്ക ദാൽ ദാൽ. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം. മീം മീം വീണ്ടും മീം അഗൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹാ 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 هل أتاك حديث الغاشية. يا يا أيها الذين آمنوا لما تقولون ما لا تفعلون. ഇപ്പൊ നൂന് കുറേ വട്ടം വന്നില്ല, നമുക്ക് നൂന് നമുക്ക് തൽക്കാലം മാറ്റിക്കാം. വാവ് വൽ മുർസലാത്തി ഉർഫ ഫ ഫൽ ആസിഫാത്തി അസ്ഫ. ഉള്ളവര് പൊളിയാ. നിങ്ങൾ നോക്കിയാട്ടെ, നിങ്ങളിപ്പോൾ കുറേ ഓതിയില്ലേ, നിങ്ങളെ ബ്രെയിൻ എത്ര വർക്ക് ചെയ്തെന്നറിയോ? ഈ ഫാന്ന് പറഞ്ഞപ്പം സെർച്ച് ഇങ്ങനെ പോയി ഡാറ്റാബേസിൽ, അപ്പോൾ ആയത്തൊക്കെ വന്നു. ഇങ്ങനെ തന്നെ പഠിക്കല്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മുതലാക്കുക, അന്താക്ഷരി കളിക്കുക, അല്ലെങ്കിൽ 2 പേജ് ഞാൻ ഓതുക. പിന്നെ നമ്മുടെ കുട്ടികൾ വേറെ കാര്യം ചെയ്യാറുണ്ട്, നമുക്ക് സമയമില്ല. ഞാനൊരു ആയത്തോതും അടുത്ത ആയത്ത് അപ്പുറത്താളതും. ഇപ്പോൾ നോക്കിയോ, വൽ മുർസലാത്തി ഉർഫ അടുത്ത ആയത്ത് ഒരാൾ അടുത്ത ആയത്ത് അതിൻ്റെ അടുത്ത ആയത്ത് വന്നാസിറാത്ത് നസ്റോദി ഫൽ ഫാരിഖാത്തി ഫർഖ ഫൽ മുൽഖിയാത്തി ഇഖ്റ
എന്ത് രസാ, എത്ര കൂലി നമുക്ക് കിട്ടിയില്ലേ? ഇതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ മെമ്മറിയെ എൻഹാൻസ്. ഇങ്ങനെ നമ്മൾ പഠനം എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ നമ്മൾ ആ രീതിയിൽ നമുക്ക് നന്നായി ഉഷാറാകാൻ വേണ്ടി പറ്റും. നമ്മുടെ ഹിഫ്ള് നമുക്ക് ഉഷാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിക്കുക ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിക്കൂല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു നമ്മളെ ഏറ്റവും നല്ല ഹാഫിളീങ്ങളാക്കട്ടെ. ആ ഹിഫ്ളിന് ശേഷം അള്ളാഹുവിൻ്റെ ദീൻ വളരെ ഗ്രാഹ്യത്തിൽ പഠിക്കാനും ലോകം മുഴുവൻ ദഅവത്തിന് പ്രബോധനത്തിന് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, നമുക്ക് പോകാം. സ്കൂളിലേക്ക് പോകേണ്ട സമയത്തുണ്ട്. ഞാൻ പാട്ടാണ്, എല്ലാവരും പോവാൻ നിൽക്കാം. ഞാൻ പാട്ടും കൂടി പോയാൽ പെട്ടെന്ന് പോകും. അല്ല, നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോട്ടെ. അല്ല, ഞാൻ ഓതില്ലേ? അല്ല, ഞാൻ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ മേധു സ്ഥാനത്തൊന്നും കയറാത്തൊന്നുമില്ല നമുക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോ, നമുക്ക് പോകണ്ടല്ലോ, കൂട്ടിക്കല്ലേ ഫസ്റ്റ് പോകേണ്ടത് അല്ലേ? നിങ്ങൾ ഫസ്റ്റ് ചോദിച്ചോളൂ. അത്